നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വൻ പോളിംഗ് രേഖപ്പെടുത്തി. പോളിംഗ് 75% കഴിഞ്ഞിരിക്കുന്നു. ഇതിനകം തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് കണ്ണൂരിലാണ്. വയനാട്ടിൽ റെക്കോർഡ് പോളിംഗ് ഉണ്ട്. തെക്കൻ കേരളത്തിൽ പോളിംഗിൽ വൻ കുതിച്ചുചാട്ടവും ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം കെ ടി കുഞ്ഞിക്കണ്ണൻ CPIM നേതാവ്, അജയ് തറയിൽ കോൺഗ്രസ് നേതാവ്, N മാധവൻകുട്ടി മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ, അശോക് കുമാർ BJP സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലുള്ളത്. ആദ്യം ശ്രീ അജയ് തറയിൽ, ഈ വലിയ പോളിംഗ് ശതമാനത്തിൻ്റെ കാരണം എന്താണ് എന്നാണ് കോൺഗ്രസ് നിരീക്ഷിക്കുന്നത്? അല്ല, വലിയ പോളിംഗ് ശതമാനം ഉണ്ടായത് ഒരു ട്രെൻഡാണല്ലോ. ആ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഇൻക്യുംബൻസിയാണ്. ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തെയും അദ്ദേഹം ഈ രാജ്യത്ത് ചെയ്തിട്ടുള്ള ജനവിരുദ്ധമായ, ജനങ്ങൾക്ക് പ്രയാസകരമായ നിലപാടുകളെയും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ഈ രാജ്യത്ത് വന്നതിന് ശേഷം നടത്തിയിരിക്കുന്ന വർഗീയ കലാപങ്ങളിലൂടെ ഇന്ത്യയെ ഭിന്നിപ്പിക്കാൻ നടത്തിയ നടപടികൾക്കെതിരെയുള്ള കേന്ദ്രത്തിനെതിരെയുള്ളൊരു വിധിയെഴുത്ത്, സംസ്ഥാനത്ത് 1000 ദിവസമായി ഭരിക്കുന്ന ഗവൺമെൻറ് ഡീസലിന് ഇന്ധന വില കൂടിയപ്പോഴും GST ഉണ്ടാക്കിയപ്പോഴും ധാരണയിലെത്തിയത് നമ്മൾ ആന്റി ഇൻകംബൻസിയുടെ കാരണങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല എങ്കിൽ പിന്നെ നരേന്ദ്രമോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജനക്കൂട്ടായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാസ്പരിസം കാണിച്ചത്. ഇവിടെ ശബരിമല വിഷയത്തില് പ്രത്യക്ഷ നിലപാടെടുത്തു പോയിട്ടുള്ള BJP അടങ്ങുന്ന സംഘപരിവാറിന് അനുകൂലമായ വോട്ടായിക്കൂടെ? CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രളയം കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച്, അല്ലെങ്കിൽ നിപ്പ കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച്, ഗവൺമെന്റിന്റെ പൊതുവായ വിരുദ്ധതയെക്കുറിച്ച്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിക്കൂടെ? ജനകീയ വികാരാകാം അല്ലേ? എന്തുവാകാം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അനുകൂലമായ ഈ രണ്ട് ഗവൺമെന്റിനും ആന്റി ഇൻകംബൻസിയാണ്. ഇരട്ട ഭരണ സർക്കാർ വിരുദ്ധ തരംഗമാണ്. അതാണ് താങ്കൾ പറയാൻ ശ്രമിക്കുന്നത്. രണ്ട് സർക്കാരുകളുടെയും ഞാൻ പറഞ്ഞ ഇരട്ട ഇൻകുംബൻസി, ആന്റി ഇൻകുംബൻസി ഇവിടെ കേരളത്തിൽ പ്രവർത്തിച്ചതിന്റെ ഭാഗമായി കോൺഗ്രസ് വൻ വിജയത്തിലേക്ക് പോകുന്നു. അവകാശം. പക്ഷേ എനിക്ക് വേണ്ടത് അതിന്റെ കണക്കാണ്. എന്ത് കണക്കാണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എവിടെയാണ് അങ്ങനെ ഒരു സൂചനയുള്ളത്? ഇപ്പൊ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കണ്ണൂർ നിങ്ങളുടെ ഒരു ശക്തി കേന്ദ്രമൊന്നും അല്ലല്ലോ. അങ്ങനെ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മാൻഡേറ്റ് ഉണ്ടാകേണ്ട രീതിയിൽ അവിടെ പ്രത്യേകിച്ച് കണ്ണൂർ കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കേരളത്തിലെ ഈ പറയുന്ന വലിയ പോളിംഗ് ശതമാനം താങ്കൾക്ക് അനുകൂലമാകുമെന്ന് പറയുന്നത്? കണ്ണൂർ ഇവര് 1000 ദിവസം കൊണ്ട് എന്ത് ചെയ്തു? ആര്? കേരള ഗവൺമെന്റ് 1000 ദിവസം കൊണ്ട് എന്ത് ചെയ്തു? അല്ല, കണ്ണൂർ നോക്കൂ, ഇത് എല്ലായിടത്തും ഏറ്റവും പൊളിറ്റിക്കലി ലിറ്ററേറ്റ് ആയിട്ടുള്ള മേഖലകളിലാണ് കൂടുതൽ വോട്ടിംഗ് ശതമാനം ഉണ്ടായിട്ടുള്ളത്. അല്ല, കണ്ണൂർ ടൗൺ, അഴീക്കോട്, ഇരിക്കൂര്, പിന്നെ നമ്മുടെ നമ്മുടെ സണ്ണി ജോസഫിന്റെ കോൺസ്റ്റിറ്റ്യൂൻസി പേരാവൂര്, ഈ 4 UDF മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് അവിടെ മൃഗീയമായ അല്ലല്ല. നോക്ക്, ഈ പറയുന്ന അഴീക്കോട് ആയിക്കൊള്ളട്ടെ, പേരാവൂർ ആയിക്കൊള്ളട്ടെ, ഇരിക്കൂർ ആയിക്കൊള്ളട്ടെ, കണ്ണൂർ നിയമസഭാ മണ്ഡലം നിങ്ങളെ കൈവിട്ടതാണ്. മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമല്ല, അവിടെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കൃത്യമായ പോളിംഗ് ശതമാനത്തിൽ ഉയർച്ചയുണ്ട്. അത് സാധാരണഗതിയിൽ കണ്ണൂർ അങ്ങനെയാണ് ഉണ്ടാകാറുള്ളത്. എന്തുകൊണ്ടാണെന്നറിയോ? പൊളിറ്റിക്കലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ, ഒരു ജില്ല എന്നുള്ള നിലയിൽ സ്വാഭാവികമായും കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളിലും ഉയരുമ്പോൾ കണ്ണൂരിൽ അതിൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തും എന്നുള്ളതുകൊണ്ടാണ് വയനാടിനേക്കാൾ കൂടുതൽ. ഈ 4 അസംബ്ലി സെക്ടർ എന്ന് പറയുന്നത് കോൺഗ്രസിന് വളരെ ഭൂരിപക്ഷമുള്ള സെക്ടറാണ്. ആ സെക്ടർ കൂടി വരുന്ന പ്രദേശമായതുകൊണ്ടാണ്. പിന്നെ പണ്ടുണ്ടായിരുന്ന വിജയ ശതമാനം എന്ന് പറയുന്നത് ഗ്രാമങ്ങൾ, CPM ഗ്രാമങ്ങളിൽ 95% പോളിംഗ് കിട്ടും. ഇപ്പൊ കള്ളവോട്ട് ചെയ്തൂടെ? ഗ്രാമങ്ങളിൽ ഇപ്പൊ കള്ളവോട്ട് ചെയ്തൂടെ? പണ്ടെന്തിനാക്കുന്ന അതെനിക്കറിയില്ല, അത് പഠിക്കണം. ഇപ്പൊ CPM ഗ്രാമങ്ങളോട്ട് പഠിക്കണം. ദയവായി തുടരുക. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഈ കാരണമറിയാത്ത എന്തോ ആശങ്ക നിങ്ങളുടെ മനസ്സിലുണ്ടോ? മുഖപ്രസാദം കുറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ കുലദൈവങ്ങളുടെ? ഒരു മുഖപ്രസാദത്തിനും കുറവില്ല. തെരഞ്ഞെടുപ്പിൽ പോളിംഗ് കൂടിയത് ഇടതുപക്ഷത്തിന് അനുകൂലമാകാനാണ് സാധ്യത. നികേഷിന് അറിയാമല്ലോ, ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമായും
മോഡി സർക്കാരിൻ്റെ 5 വർഷത്തെ ജനദ്രോഹ നയങ്ങൾ, പ്രത്യേകിച്ച് അതിൻ്റെ വർഗീയ ഫാസിസ്റ്റ് അജണ്ടയുടെ ഇരകളായ ജനവിഭാഗങ്ങൾ അവരനുഭവിക്കുന്ന അരക്ഷിത്വം, ഇതെല്ലാം തന്നെയാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമായി ഉന്നയിച്ചത്. വടക്കൻ ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇടപെട്ട ഒരാളാണ് ഞാൻ. എനിക്കറിയാം ഈ മേഖലകളിലെല്ലാം തന്നെ മോഡി സർക്കാർ ഇനിയും അധികാരത്തിൽ വരാൻ പാടില്ല, വർഗീയ ശക്തികളെ ദേശീയ അധികാരത്തിൽ നിന്ന് പുറന്തള്ളണം. ഈ വികാരം ശക്തമാണ്. അതിന് ഏറ്റവും ഉപയുക്തമായ രാഷ്ട്രീയ ശക്തി, മതനിരപേക്ഷ ശക്തികൾക്ക് വിശ്വസിക്കാവുന്ന രാഷ്ട്രീയ ശക്തി ഇടതുപക്ഷ രാഷ്ട്രീയ ശക്തികളാണ് എന്ന തിരിച്ചറിവ് ഈ മേഖലയിലെ ബഹുജനങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും വോട്ടർമാർ ചോദിച്ചുകൊള്ളട്ടെ, കേരളത്തിലെ വോട്ടർമാർ ഒരു മതേതര വോട്ടർമാരാണ്. അവർക്ക് നരേന്ദ്രമോദിക്ക് ബദലായിട്ടുള്ള ഒരു മതേതര സർക്കാർ രൂപീകരിക്കണം എന്ന മാൻഡേറ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോളിംഗ് ബൂത്തിൽ എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടി ചെന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എങ്കിൽ, ഒരു മതേതര ബദൽ ഉണ്ടാക്കാനുള്ള പ്രധാന ശക്തി എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ലേ? അതിനൊരു കറക്റ്റീവ് ഫോഴ്സ് ആവുക എന്നുള്ളതാണ് ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നത് എങ്കിൽ, ആദ്യം ഫോഴ്സ് ഉണ്ടായാലല്ലേ കറക്റ്റീവ് ഫോഴ്സിന് സാധ്യതയുള്ളൂ. അപ്പോൾ ആ ഫോഴ്സിനായിരിക്കണ്ടേ കേരളം വോട്ട് ചെയ്തിട്ടുണ്ടാവുക? അല്ല, നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം, ഈ തെരഞ്ഞെടുപ്പിൽ 6 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് മതനിരപേക്ഷ ശക്തികളുടെ മുന്നണിയിൽ കോൺഗ്രസ് ഉള്ളത്. ബാക്കി എല്ലായിടത്തും കോൺഗ്രസ് എന്താണ്, മതനിരപേക്ഷ ശക്തികളിൽ നകന്ന് തങ്ങൾക്ക് കൂടുതൽ സീറ്റുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മത്സരിക്കുകയാണ്. അതിൻ്റെ അനുഭവം എന്താണ് സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, കോൺഗ്രസ് ദയനീയമായ പരാജയം. UP ആയാലും ആന്ധ്രാപ്രദേശ് ആയാലും ഒറീസ ആയാലും ബീഹാറിൽ പോലും ഏറ്റവും ഒടുവിൽ എന്താണ്, ആം ആദ്മി പാർട്ടിയും AICC നേതൃത്വവും ധാരണയിലെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒന്നിച്ച് മത്സരിക്കാൻ. ഡൽഹിയിൽ പോലും അവരെന്താണ്, തങ്ങളുടെ സീറ്റ്, തങ്ങൾക്ക് കൂടുതൽ പദവികൾ വേണം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇന്ന് CPIM-ന്റെ ഇടതുപക്ഷത്തിന്റെ ഇന്ത്യയിലെ അവസ്ഥ കൃത്യമായി ബോധ്യമുള്ളവരല്ലേ കേരളത്തിലെ ജനങ്ങൾ? അവരെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, ഇടതുപക്ഷ ജനാധിപത്യം നിലനിൽക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. ആ കേരളത്തിൽ തന്നെ 10 സീറ്റ് മാത്രമേ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇവിടെ പ്രധാനപ്പെട്ട ഫോഴ്സിനെ ജയിപ്പിക്കണോ അതോ കറക്റ്റീവ് ഫോഴ്സ് എന്ന് അവകാശപ്പെടുന്ന നിങ്ങളെ ജയിപ്പിക്കണോ? കറക്റ്റീവ് ഫോഴ്സ് അല്ല ഇടതുപക്ഷം. ഇടതുപക്ഷം രാഷ്ട്രീയമായ ഒരു നേതൃത്വ ശക്തിയാണ്. ഇടതുപക്ഷത്തെ ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് കാണരുത്. ശേഷിയുള്ള വിശ്വാസപൂർവ്വം കാണുന്നത് ആ രീതിയിൽ ഒരു മുൻകൈ എടുക്കാൻ കഴിയുന്നത് ഇടതുപക്ഷ പാർട്ടികൾക്കാണ്. 2019 2020 അതിനു മുമ്പുള്ള ചരിത്രാനുഭവങ്ങൾ വെച്ച് നോക്കിയാലും നമുക്കറിയാവുന്ന ഒരു ചരിത്രവും ഭാവിയും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ഒരു വർത്തമാന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് മാത്രമേ ഇന്ത്യയിലെ മതനിരപേക്ഷ ശക്തികൾക്ക് ഒരു ദിശാബോധം ഉണ്ടാക്കാനും ഒരു മുന്നണി ഉണ്ടാക്കി ഒരു ഗവൺമെന്റ് രൂപീകരിക്കാനും കഴിയും. BJP കൊണ്ട് കഴിയില്ല. കുറെ കൂടി യാഥാർത്ഥ്യത്തിലേക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ഇനിയിപ്പം നമ്മൾ ഗോഗ്വ വിളിയുടെ ഒന്നും അങ്ങനെ ഒരു സാഹചര്യമില്ല. വെസ്റ്റ് ബംഗാളിൽ ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന പാർട്ടിയാണ് CPIM. ത്രിപുരയിൽ ഇതിനകം തന്നെ 2 ലോക്സഭാ സീറ്റുകൾ പൂർണ്ണമായും BJP പിടിച്ചെടുത്തു എന്ന് നിങ്ങൾ ഇതിനകം തന്നെ അവകാശപ്പെട്ടു. അത് ബലമായിട്ടാണ് എന്ന് മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ CPM-ന്റെ ദേശീയ നേതൃത്വം. പിന്നെ ഉള്ളത് കേരളത്തിലെ 20 സീറ്റുകളിൽ കിട്ടാനുള്ള പകുതി സീറ്റുകളോ അല്ലെങ്കിൽ അതിൽ താഴെയാണ്. എങ്ങനെയാണ് നിങ്ങൾക്കിത് ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തിൽ എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടി ചെന്ന വോട്ടർമാരുണ്ടല്ലോ, ആ വോട്ടർമാർ തങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് എന്ന് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, താങ്കളും താങ്കളുടെ പാർട്ടിയും മനസ്സിലാക്കുന്നത്? ഇനി നരേന്ദ്രമോദിക്ക്, താങ്കളെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദേശീയ നേതൃത്വം എന്ന് പറയാൻ ഇന്ന് കേരളത്തിന്റെ മുന്നിൽ കോൺഗ്രസ് എന്ന പാർട്ടി മാത്രമേ ഉള്ളൂ. CPM പറയാൻ ഒരുപക്ഷെ ആഗ്രഹിക്കുകയെങ്കിലും ചെയ്യുക, ഞങ്ങൾ ഉണ്ടായാൽ മാത്രമേ കോൺഗ്രസിനെ നന്നാക്കാൻ കഴിയൂ എന്ന്. നന്നാക്കണമെങ്കിൽ ഇത്രയേ ഉള്ളൂ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങളായിക്കൊള്ളട്ടെ, മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളായിക്കൊള്ളട്ടെ, നരേന്ദ്രമോദിക്കെതിരെയാണ് വോട്ട് ചെയ്യുന്നത് എങ്കിൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയുള്ള ഒരു അംഗസംഖ്യ കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുക്കണം. ഈ ബോധ്യം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കുണ്ടാകില്ലേ?
അവര് ഇന്ന് കുതിച്ചു പാഞ്ഞെത്തിയത് സ്വാഭാവികമായും കോൺഗ്രസിനെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, ഞാൻ ഒന്നാം പാർട്ടി എന്ന് അവകാശപ്പെടുന്നില്ല, UPA ഒന്നാം മുന്നണിയാകുമെന്ന് അവകാശപ്പെടുന്നില്ല, പക്ഷെ ഒരു പ്രധാന പാർട്ടിയെങ്കിലും ആക്കാനുള്ള ഒരു ഔത്സുക്യമായിരിക്കില്ല ഇന്ന് ന്യൂനപക്ഷ വോട്ടർമാർ കാണിച്ചിട്ടുണ്ടാവുക. അല്ല, ന്യൂനപക്ഷ വോട്ടർമാർ വളരെ വിവേകപൂർവ്വമാണ് അവരുടെ സമ്മതിദാനാവകാശം ഉപയോഗിക്കാന്നാണ് ഞാൻ കാണുന്നത്. കേരളം പോലൊരു സമൂഹത്തിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീനം രാഷ്ട്രീയമായ എന്താണ്? കോൺഗ്രസും BJPയും പ്രതിദാനം ചെയ്യുന്ന സാമ്പത്തിക നയങ്ങൾക്ക് രണ്ടു ബദലാണ്. കേരള സർക്കാരിന്റെ ഭരണാനുഭവങ്ങളുണ്ട്. ന്യൂനപക്ഷ സമൂഹത്തോട് കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടും ബജറ്റിൽ പോലും ന്യൂനപക്ഷ വികസനത്തിന് അല്ല, ഞാൻ കുറേ കാലം അനുഭവങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഈ അനുഭവങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസിനും BJPക്കും എതിരായിട്ടുള്ള ഒരു ബദൽ നയത്തിന്റെ വക്താക്കൾ കൂടിയാണ് ഇടതുപക്ഷം. ബദൽ നയത്തിന്റെ വക്താക്കളായ ഇടതുപക്ഷത്തിന് പരമാവധി സീറ്റ് പാർലമെന്റിൽ ഉണ്ടാകണം. എന്താണ് ബദൽ നയം? ഈ എന്താണ് ബദൽ നയം? അതിലേക്കൊന്നും ഞാൻ പോകില്ല. നിൽക്കൂ, ഞാനൊന്ന് BJPയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണല്ലോ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം BJP. ശ്രീ അശോക് കുമാർ, ഇന്നത്തെ സാഹചര്യം എങ്ങനെയാണ് BJPക്ക് അനുകൂലമാകുന്നത്? വോട്ടിംഗ് പെർസെൻറ്റേജ് താങ്കൾക്ക് സ്ക്രീനിൽ കാണാം, ഏതാണ്ട് 80 അടുക്കുകയാണ്. നാളെ പുലർച്ചെ ആകുമ്പോഴേക്കും വരാനിരിക്കുന്ന അന്തിമ പോളിംഗ് ശതമാനത്തിൽ 80% എന്ന് ഒരുപക്ഷെ കേട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ അത് ഏതാണ്ട് 8%-ലധികമായി വരും. 8% അത് റെക്കോർഡായിരിക്കും. അതെങ്ങനെയാണ് BJPക്ക് അനുകൂലമാവുക? ശ്രീ അശോക് കുമാർ, വേഗം പറയൂ. നേരത്തെ സംസാരിച്ച ആളുകൾ പറഞ്ഞത് ഈ ശതമാന വർധനവ് നരേന്ദ്രമോദിയെ ഭയപ്പെട്ടിട്ട് ന്യൂനപക്ഷങ്ങൾ ഒന്നായിട്ട് വന്ന് വോട്ട് ചെയ്തു എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടായി. അവിടെ മനസ്സിലാക്കേണ്ടത് 2014 ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയായിരുന്നു. മറ്റൊരു പ്രത്യേകത കൂടിയുള്ള ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പേരിൽ ഭൂമിയും കിടപ്പാടവും നഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് സംഘടിത മതവിഭാഗത്തെ നല്ല രീതിയിൽ സംഘടിപ്പിച്ചിട്ട് നടത്തിയ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു 2014. പക്ഷേ 2019 അതിൽ നിന്ന് വ്യത്യസ്തം അസംഘടിതരായവരെ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതിന്റെ ഒന്നാമത്തെ ക്രെഡിറ്റ് സ്വാഭാവികമായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയാണ് ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. പത്തനംതിട്ടയും തിരുവനന്തപുരവും അടങ്ങുന്ന ചെറിയ ത്രിപുര, ആ ത്രിപുരയിൽ ഉണ്ടാകുന്ന വിജയത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് അഭിവാദ്യം അർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതും അദ്ദേഹത്തിന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ അസംഘടിതരായിട്ടുള്ള വിഭാഗത്തെ സംഘടിച്ച് പോളിംഗ് സ്റ്റേഷനിൽ എത്തിച്ച് വോട്ട് ചെയ്തതിൻ്റെ ഒന്നാമത്തെ ക്രെഡിറ്റ് ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്നു. രണ്ടാമത്തെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് തന്നെയാണ്. കാരണം ഞങ്ങളാണ് നിലവിലുണ്ടായ രാഷ്ട്രീയ പശ്ചാത്തലം, സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഈ വിശ്വാസികളുടെ സമരത്തിനൊപ്പം നിന്നതും അവരോടൊപ്പം നിന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളൂ. മറ്റൊന്ന് പ്രളയം, മഹാപ്രളയത്തിന്റെ അങ്ങനെ വിശദീകരിച്ച് പറയല്ലേ ദയവായി. നമ്മൾ നേരത്തെ ഒരുക്കിക്കൊണ്ടുവന്ന വാചകങ്ങൾ ഉപയോഗിച്ച് ചർച്ചയെ നേരിടരുത്. പുതിയ സാഹചര്യമാണ്, വലിയ നിലയിൽ ഒരു നറേറ്റീവ് രൂപപ്പെട്ട്. ശ്രീ എൻ മാധവക്കുട്ടി, എൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ചില കോണുകളിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മഹാഭൂരിപക്ഷം വരുന്ന മേഖലകളിൽ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ആവുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ബെനിഫിഷ്യറി എന്ന് പറയുന്നത് കോൺഗ്രസും UDF അല്ലേ ആയിരിക്കും. ഞാനൊരു ആശങ്കയായി പങ്കിടുകയാണ്. അതിനു മുമ്പ് സഖാവ് കുഞ്ഞിക്കണ്ണൻ ഇവിടെ ഈ പ്രശ്നത്തെ സമീപിച്ച ഒരു രീതിയുടെ ഒരു പ്രശ്നം പറയാം. അതായത് അദ്ദേഹം സമീപിക്കുന്നത് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു പ്രത്യയശാസ്ത്ര നിമിഷമല്ല, സൈദ്ധാന്തിക നിമിഷമല്ല. ജനങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് വേണ്ടത് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് കൊണ്ട് ജനങ്ങൾ അങ്ങനെ ചിന്തിക്കണമെന്നില്ല. ഇതാണ് ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ CPM-നും ഇടതുപക്ഷത്തിനും ഇവിടെ നാം നേരിടാൻ പോകുന്ന ഒരു വെല്ലുവിളി, സ്ഥിരമായി കേരള രാഷ്ട്രീയത്തിലുള്ള കേന്ദ്രത്തിൽ ഉള്ള ഹിന്ദുത്വ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ മാറ്റണമെങ്കിൽ ഉപയുക്തമായിട്ടുള്ള ഉപകരണം CPM-നേക്കാൾ കോൺഗ്രസ് ആണ് എന്ന്, അതാണ് UDF-ന്റെ ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യമായിട്ടുള്ള മുതലിറക്ക്. അത് എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് രാഹുൽ ഗാന്ധി കൂടി വന്നപ്പോൾ കുറച്ചുകൂടി ആക്കം കൂടി. രാഹുൽ ഗാന്ധി നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു പ്രഭാവം ഇല്ല എന്നുള്ളത്, കാരണം തൊട്ടടുത്ത് കണ്ണൂര്, മറ്റ് സ്ഥലങ്ങളിലെല്ലാം അതെല്ലാം രാഹുൽ ഗാന്ധിയുടെ ഒരു വരവിന്റെ മാത്രമല്ല, അത് തീർച്ചയായിട്ടും ഒരു അനുകൂല ഘടകമാണ് കോൺഗ്രസിന്. പക്ഷെ യഥാർത്ഥ പ്രശ്നം കേന്ദ്രത്തിലെ ഒരു മാറ്റത്തിന്
വേണ്ടത് CPM ധാരാളം തിരഞ്ഞെടുക്കലല്ല, എത്ര ഇഷ്ടമില്ലെങ്കിലും, എന്തെല്ലാം ചാഞ്ചാട്ടങ്ങൾ ഉണ്ടെങ്കിലും, എന്തെല്ലാം അവിശ്വസനീയതകൾ ഉണ്ടെങ്കിലും കോൺഗ്രസിനെയാണ് എന്ന മതനിരപേക്ഷ ഹിന്ദുക്കളുടെയും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൽ വിശ്വാസം അർപ്പിച്ച ന്യൂനപക്ഷങ്ങളുടെയും മാറ്റമാണ്. നോക്ക് ഇവിടെ കൃത്യമായി പറയണം. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വോട്ടിംഗ് ശതമാനം ഇങ്ങനെ ഉയരാനുള്ള ഒരു പ്രധാന കാരണമായി വിലയിരുത്തുന്നത് നമുക്ക് മതപരമായിട്ട് അറിയില്ല എങ്കിൽ പോലും താഴെ ഫീൽഡിൽ നിന്ന് ആളുകൾ പറയുന്നത്, ഇടതുപക്ഷക്കാർ തന്നെ പറയുന്നത്, മുസ്ലിങ്ങൾ കൂട്ടം കൂട്ടമായി എത്തിയിരിക്കുന്നു, ന്യൂനപക്ഷം കൂട്ടം കൂട്ടമായി എത്തിയിരിക്കുന്നു എന്നുള്ള. അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയെങ്കിലും ആക്കിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തിക്കിത്തിരക്കി എത്തിയവരാണ്. തീർച്ചയായും. അത് മാത്രമല്ല, ഇനി അതും ജാതിയോ വർഗീയമോ പറയുകയില്ല, മനഃശാസ്ത്രപരമായിട്ട് ഈ രാഹുൽ ഗാന്ധി ഞങ്ങളെ വിശ്വസിച്ച് വയനാട് വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു എന്ന മനഃശാസ്ത്രപരമായ ഒരു ന്യൂനപക്ഷത്തിന്റെ ആ ഒരു വിശ്വാസം അർപ്പിക്കലുണ്ടല്ലോ, അതിന്റെ ഗുണം മുസ്ലിം ലീഗിന്റെ കാഡറുകളുടെ പ്രവർത്തനത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാം. ഇത് കാരണം ഇതേ വികാരം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയതാണ്, കണ്ടതാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത ഇടങ്ങളിലും മുസ്ലിം വോട്ടുകൾ യഥാർത്ഥത്തിൽ UDF-നായിരുന്നില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായിരുന്നു. ശ്രീ ജേക്കബ് ജോർജ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 2 തരംഗം കേരളത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് എങ്കിൽ, ഒന്ന് നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്ന ന്യൂനപക്ഷങ്ങളുടെയും മതേതര ഹിന്ദു വോട്ടുകളുടെയും ആകെ ആവശ്യം, 2 ശബരിമല വികാരത്തിനോടൊപ്പം നിൽക്കുന്ന തീവ്ര ഹിന്ദു വോട്ടുകൾ, നരേന്ദ്രമോദിക്കൊപ്പമുള്ള BJP വോട്ടുകൾ. ഇത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ ഇന്ന് 2 തരംഗങ്ങളായി 2 ഇടങ്ങളിൽ അലയടിച്ചിട്ടുള്ളത് എങ്കിൽ, ഈ രണ്ടാമത്തെ ഫാക്ടർ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ പോകുന്നത്? തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്ന എല്ലാ അഭിപ്രായ സർവേകൾ അല്ലെങ്കിൽ ഭൂരിഭാഗം അഭിപ്രായ സർവേകളിലും കുമ്മനം രാജശേഖരൻ വിജയിക്കും എന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. പത്തനംതിട്ടയിൽ വൈകിയാണെങ്കിൽ പോലും സുരേന്ദ്രൻ മുന്നിലേക്ക് കയറുന്നു എന്ന തോന്നൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി അവസാന ഘട്ടത്തിൽ വന്നതാണെങ്കിൽ പോലും വലിയ നിലയിൽ വോട്ട് പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിലയിരുത്തലാണ് അവസാന ഘട്ടത്തിലുള്ളത്. നമുക്ക് ഈ 3 ലോക്സഭാ മണ്ഡലങ്ങളാണ് വിജയസാധ്യതയുള്ളതായി BJP തോറും വിലയിരുത്തുന്നത്. ഇവർക്ക് ഇത് 3 എന്ന അക്കത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ? അതൊരു വലിയ ചോദ്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം അതാണ് നികേഷ്, അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തിരുവനന്തപുരം ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ഇവിടെ യാതൊരു സംശയമില്ല, കുമ്മനം രാജശേഖരൻ 1984 മുതൽ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അന്നാണ് ഹിന്ദുമുന്നണി, നമുക്കറിയാമല്ലോ, ഹിന്ദുമുന്നണി കേരളവർമ്മ രാജായെ സ്ഥാനാർത്ഥിയാക്കിയത്. ആ ഹിന്ദുമുന്നണിയുടെ പിന്നിലുള്ള ആളാണ് കുമ്മനം രാജശേഖരൻ. അദ്ദേഹത്തിന് തിരുവനന്തപുരമായിട്ട് നല്ല ബന്ധമുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പിന്തുണ മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു BJP പ്രവർത്തനം ഇവിടെ ഉണ്ടായി. അത് കൂടുതലും ശബരിമല കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചാരണ തന്ത്രമായിരുന്നു. അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല ഇപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു പ്രചാരണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശബരിമലയുടെ പേരിൽ മനസ്സ് മാറ്റിയ ധാരാളം ഹിന്ദു മനസ്സുകൾ, അതിൽ നായർ സമുദായക്കാരാണ് കൂടുതൽ. അത് കോൺഗ്രസിലും കുറച്ചൊക്കെ CPM-ലുള്ളവർ കുമ്മനത്തിന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കൺസോളിഡേഷൻ കണ്ടിട്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ, അതേപോലെ തന്നെ തരൂരിന് അനുകൂലമായിട്ട്, ഞാൻ പറയുന്നത് അത് ശശി തരൂരിന് അനുകൂലമായിട്ട് കൺസോളിഡേറ്റ് ചെയ്തു എന്നാണ്. നേരത്തെ മാധവൻകുട്ടി പറഞ്ഞതുപോലെ ഇത് UDF എന്ന് പറയുന്നതാണ് കേന്ദ്രത്തിൽ BJPയുടെ എതിർത്ത് നിൽക്കാൻ ശക്തിയുള്ള ചേരി കോൺഗ്രസ് ചേരിയാണ്, UDF ചേരിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പോളറൈസേഷനാണ് തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ ഒരു പോളറൈസേഷന്റെ ഗുണം LDF-നല്ല കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും LDF വളരെ ശക്തമായിട്ട് തന്നെ പ്രവർത്തിച്ചു. CPM ഒട്ടും വോട്ട് മറിക്കാൻ കൂട്ടാക്കിയില്ല, ശക്തമായിട്ട് തന്നെ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇത് ശരിക്കും ഒരു ത്രികോണ മത്സരം തന്നെയാണ് ആദ്യ അവസാനം. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, ഇന്ന് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MT രമേശ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്
UDF LDF-ന് വോട്ട് മറിച്ചു എന്നാണ്. നോക്കൂ, അവസാന ഘട്ടത്തിൽ ചില അഭിപ്രായ സർവേകൾ സി ദിവാകരൻ മുന്നിലെത്തിയിരിക്കുന്നു എന്നുള്ള സൂചനകൾ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ നിലയിൽ UDF LDF-ന് വോട്ട് മറിക്കാനുള്ള സാധ്യതയുണ്ടോ? അതിന്റെ ഒരു എന്താ പറയേണ്ടത്, അതിന്റെ ഒരു പെർസെപ്ഷനിൽ എന്തായാലും സി ദിവാകരൻ മുന്നിലില്ല, പ്രത്യേകിച്ച് ശശി തരൂർ അവിടെ ഇരിക്കുമ്പോൾ. പക്ഷെ അങ്ങനെ ഒരു കമന്റ് BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായത് എന്തുകൊണ്ട്? അതെനിക്ക് തോന്നുന്നു ഈ അല്പം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനല്ലേ, ഇതാ സി ദിവാകരൻ ജയിക്കാൻ പോകുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഉള്ള ഇതല്ലേ. അപ്പൊ ശശി തരൂരിന് കൂടുതൽ വോട്ട് പോകാതെ സൂക്ഷിക്കാനും ഉള്ള വോട്ട് ഏതായാലും 2 പേരിൽ ഒരാൾ ജയിക്കാൻ പോകുന്നു, ആ ജയിക്കാൻ പോകുന്നത് സി ദിവാകരനാണ് എന്ന് കരുതി ഒരു പോളറൈസേഷൻ ഉണ്ടാവണമല്ലോ, അത് ഉണ്ടാകാമല്ലോ. അത് കണക്ക് കൂട്ടിയാവണം അങ്ങനെ. പക്ഷേ ശ്രീ ജേക്കബ് ജോർജിൽ പോളിംഗിന് ശേഷമാണെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞു, താങ്കൾ കേട്ടിട്ടുണ്ടാവില്ല. ശ്രീ അശോക് കുമാർ, ഇപ്പോ ശ്രീ ജേക്കബ് ജോർജ് തിരുവനന്തപുരത്തിന്റെ മാത്രമാണ് വിലയിരുത്തിയിട്ടുള്ളത്. പത്തനംതിട്ടയിലേക്ക് കൂടി നമുക്ക് ഏറ്റവും കുറഞ്ഞത് പോകേണ്ടതുണ്ട്. കാരണം ഈ 2 സീറ്റുകളാണ് ഏറ്റവും വിജയസാധ്യതയുള്ള സീറ്റുകളായി BJP-ക്ക് വിലയിരുത്തുന്നത്. പക്ഷേ ഈ 84-ലെ കണക്ക്, 84 മുതലുള്ള കണക്ക് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞല്ലോ. 84 മുതൽ കുമ്മനം രാജശേഖരൻ എന്ന രാഷ്ട്രീയ നേതാവ് തിരുവനന്തപുരത്തും പരിസരത്തും ഒക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കുറച്ച് മാസങ്ങൾ മിസോറാമിൽ പോയി എന്നത് ഒഴിച്ചാൽ അവിടെ ശ്രീ കുമ്മനം രാജശേഖരൻ മത്സരിക്കുമ്പോൾ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ഫിനിഷിംഗ് എഡ്ജ് ഉണ്ടല്ലോ, അത് കുമ്മനം രാജശേഖരന് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? കുമ്മനം രാജശേഖരൻ എപ്പോഴും ഒരു ഹിന്ദു നേതാവാണ്, ഒരിക്കലും മൈനോറിറ്റി വോട്ട് അദ്ദേഹത്തിന് ലഭിക്കില്ലായിരുന്നു. പക്ഷേ രാജേട്ടൻ എന്ന് വിളിക്കുന്ന രാജഗോപാലിന് അല്പം മൈനോറിറ്റി വോട്ട് കൂടി ലഭിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ കഴിഞ്ഞ തവണ ശശി തരൂറിന് തൊട്ടു പിന്നിലെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. നിയമസഭാ സീറ്റിൽ അദ്ദേഹത്തിന് ശിവൻകുട്ടിയേക്കാൾ 7000 വോട്ട് കൂടുതൽ നേടാനായിട്ടുള്ളത്. ആ എഡ്ജ് യഥാർത്ഥത്തിൽ കുമ്മനം രാജശേഖരൻ ഉണ്ടോ? കുമ്മനം രാജശേഖരന് കേരളത്തിലെ ഒരു ന്യൂനപക്ഷ വിഭാഗാംഗമെങ്കിലും വോട്ട് ചെയ്യുമോ? ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും കുമ്മനം രാജശേഖരനും തമ്മിലുള്ള ബന്ധം എല്ലാ പത്രമാധ്യമ പ്രവർത്തകർക്കും വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പിലുള്ള പിന്തുണ അതിനെ അല്ല, സാങ്കേതികമായ ജയപരാജയങ്ങൾ മാത്രമല്ലല്ലോ ഒരാളുടെ ഇലക്ഷന്റെ റിസൾട്ടിന് മറ്റുള്ളതും കൂടെ വിലയിരുത്തേണ്ടതല്ലേ. ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിൽ വൻ മുൻതൂക്കം ഉണ്ടാവുകയും, ഞാൻ പറഞ്ഞോട്ടെ നികേഷ്, ഗ്രാമീണ മേഖലയിൽ അല്ലെങ്കിൽ നഗരത്തിന് പുറത്തു നിൽക്കുന്ന മണ്ഡലങ്ങളിൽ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനകത്ത് ഏറ്റവും വിശ്വാസ്യത പുലർത്തുന്ന ഞങ്ങളുടെ സംഘടനാ മെഷീനറിയാണ്. അത് പരിഹരിക്കാൻ കൂടുതൽ ആളുകളെ BJP-ക്ക് അനുകൂലമായി വോട്ട് ചെയ്യിക്കാനുള്ള സംഘടനാ പ്രവർത്തനം നേരത്തെ ആരംഭിക്കുകയും ആ സംഘടനാ പ്രവർത്തനത്തിലൂടെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ, പിന്നെ നിലവിലുള്ള സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ശബരിമല മഹാപ്രളയം പോലെയുള്ളത്, ഇടതുപക്ഷത്തിന്റെ ജനവിരുദ്ധമായിട്ടുള്ള നിലപാട്. മറ്റൊന്ന്, ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ കരുതുന്നത്, കഴിഞ്ഞ പ്രാവശ്യം CPI-യുടെ വോട്ട് മറിച്ച് വിറ്റതിന്റെ പേരിൽ ആരോപണ വിധേയനായി അച്ചടക്ക നടപടിക്ക് വിധേയനായിട്ടുള്ള സി ദിവാകരനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പിന്നോട്ട് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. പക്ഷേ ശ്രീ അജയ് തറയിൽ, തിരുവനന്തപുരം ഞാൻ നേരത്തെ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുന്നത് പോലെ നമ്മൾ വളരെ കോഷ്യസ് ആവേണ്ട കാര്യമൊന്നുമില്ല. തിരുവനന്തപുരത്തെക്കാളും കൂടുതൽ സാധ്യത പത്തനംതിട്ടയിൽ കാണുന്നുണ്ടോ BJP-ക്ക്? പത്തനംതിട്ടയിൽ കാണുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു എഡ്ജ്, ആ എഡ്ജ് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഇല്ല BJP-ക്ക്. ഒരു മിനിറ്റ്, പത്തനംതിട്ടയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് 51%, 52% ഭൂരിപക്ഷം. പക്ഷേ ഹിന്ദു കൺസോൾട്ടേഷൻ സുരേന്ദ്രൻ അനുകൂലമായ എന്ത് ചെയ്യും? ഇന്ത്യ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളുടെ രാജ്യമല്ലേ. ഇന്ത്യയിൽ എന്ത് ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടായാലും ഒരു 30% അപ്പുറത്തേക്ക് ഇന്ത്യയിൽ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ പോകുന്നത്. കാരണം അത്ര വിവരമുള്ളവരും അത്ര കണ്ട് മതേതരത്വവാദികളുമാണ് ഇന്ത്യൻ ഹിന്ദുക്കൾ. ഇവിടെ ക്രിസ്ത്യൻ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആകെ ക്രിസ്ത്യനാണ് എടുക്കുന്നത്, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ അല്ല. അതിൽ ആന്റോ ആന്റണി എന്ന ക്രിസ്ത്യാനിയുണ്ട്, വീണ ജോർജ് എന്ന ക്രിസ്ത്യാനിയുണ്ട്. ഇവർ രണ്ടുപേരും ആ വോട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്താൽ പിന്നെ ഒരു മെജോറിറ്റി ഹിന്ദു വോട്ട് സുരേന്ദ്രന് ലഭിച്ചാൽ പോരെ? അത് എൻ്റെ ദികേഷ്, കേരളത്തിലെ ഒരു 4% വോട്ടാണ് ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ പേരിൽ ഷിഫ്റ്റ് ഉണ്ടാകുള്ളൂ. 4% വോട്ട്.
അതിനപ്പുറത്തോട്ട് നിങ്ങൾ ശബരിമല പശ്ചാത്തലത്തിൽ ശബരിമല ശബരിമല നിലകൊള്ളുന്ന പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 10-12 ഇടയ്ക്ക് ശതമാനം പോരെ? CPM ഷിഫ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ തവണ അത് 12% അത് BJP-യിലേക്ക് പോണോ? കാരണം ഈ ആന്റോ ആന്റണിക്ക് ആര് വോട്ട് ചെയ്യും? കേരളത്തിലെ ശബരിമല വിഷയം ഉയർത്തിപ്പിടിക്കുന്ന ആര് ആന്റോ ആന്റണിക്ക് വോട്ട് ചെയ്യും? കേരളത്തിലെ അയ്യപ്പന്മാരെ ചതിച്ചുകൊണ്ട് ഒരു ഭരണം ഉണ്ടായപ്പോൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത നരേന്ദ്രമോദിക്ക് അനുകൂലമായ ചെയ്യുമോ? അങ്ങനെയൊന്നും അല്ല. ഇവിടെ ഞാൻ ഒരു കാര്യം വസ്തുത പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം. ഈ സുരേന്ദ്രൻ ജയിക്കണമെങ്കിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ BJP-ക്ക് കിട്ടിയതിനേക്കാൾ 3 ലക്ഷത്തി ചില്ലാനം വോട്ട് ഇത്തവണ അധികം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞാൻ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ജയിക്കണമെങ്കിൽ 1 ലക്ഷം വോട്ട് കൂടുതൽ കിട്ടിയാൽ 1 ലക്ഷം വോട്ട് 2 കൊല്ലത്തിനകം പത്തനംതിട്ട ഉണ്ടാക്കുന്നതാണോ ശ്രമകരം, അതോ രാജഗോപാലൻ ഉണ്ടാക്കിയ വോട്ടിന് മുകളിൽ വോട്ട് പിടിച്ച് തിരുവനന്തപുരത്ത് BJP-ക്ക് ജയിക്കാൻ കഴിയുന്നതാണോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമില്ല. തിരുവനന്തപുരം തന്നെയാണ് BJP-ക്ക് കൂടുതൽ പ്രതീക്ഷ വെച്ച് തിരുവനന്തപുരം ലോക്സഭാ സീറ്റാണ് കൂടുതൽ സാധ്യത എന്നാണ് പലരും പറയുന്നത്. തിരുവനന്തപുരത്തെക്കാൾ സാധ്യത പത്തനംതിട്ടയിലുണ്ട്. പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ ഉണ്ടായിട്ടുള്ള ഒരു ഐക്കോണിക് ഇമേജ് ഉണ്ടല്ലോ. ഒരു ശബരിമല സമരത്തിൽ കെ സുരേന്ദ്രൻ എന്തൊക്കെയോ ത്യാഗം സഹിച്ചു എന്നും അദ്ദേഹത്തെ വലിയ നിലയിൽ ഇവിടുത്തെ സംസ്ഥാന ഭരണം വേട്ടയാടി എന്നുമുള്ള ഒക്കെ തോന്നൽ കൊണ്ട് സുരേന്ദ്രന് വലിയ ഫാൻ ഫോളോയിങ് ഉണ്ടെന്ന്. അതെ, പത്തനംതിട്ടയിലെ സുരേന്ദ്രൻ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പക്ഷേ ആ ഹിന്ദു സമൂഹത്തിൽ മാത്രമേ ഉള്ളൂ ആ പ്രതിച്ഛായ. അതാണ് ഇപ്പോ എനിക്ക് ഹിന്ദുക്കളുടെ വോട്ട് മതി, മാത്രം മതി, അല്ലെങ്കിൽ എനിക്ക് മുസൽമാന്മാരുടെ വോട്ട് മാത്രം മതി. കിട്ടുന്നില്ലല്ലോ ഇവിടെ. ജോർജ് ഒക്കെ വന്നത് അവസാനമല്ലേ? പക്ഷെ ജോർജ് വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം സുരേന്ദ്രൻ ഉണ്ടായോ, BJP-ക്ക് ഉണ്ടായോ? അത് നമുക്ക് കണക്കെടുക്കേണ്ട കാര്യമാണ്. പക്ഷെ എനിക്ക് PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം PC ജോർജിന്റെ മുസ്ലിം അല്ല, PC ജോർജ് വന്നതുകൊണ്ട് മുസ്ലിം ബാക്കിംഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇടതുപക്ഷത്തേക്ക് പോയി കഴിഞ്ഞു. ഞാൻ മുസ്ലിം ബാക്കിംഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ബാക്കിംഗ് SDPI-ക്ക് പോകുമോ CPM-ന് പോകുമോ എന്ന് മാത്രമേ. SDPI-യുടെ വോട്ട് നേരത്തെ SDPI-ൽ ഉണ്ടായിരുന്ന വോട്ട് യഥാർത്ഥത്തിൽ PC ജോർജ് ഉണ്ടായിരുന്നു. SDPI-ൽ തന്നെ നിൽക്കുന്നു. അല്ലാതെ ഇടതുപക്ഷത്തേക്ക് പോവുകയാണെങ്കിൽ SDPI എന്റെ അറിവനുസരിച്ച് SDPI അവിടെ തീരുമാനിക്കുന്നത് വെച്ചാൽ അവരവരുടേതായിട്ടുള്ള ഒരു സർവേ നടത്തുന്നുണ്ട്. എന്നിട്ട് ആർക്കാണോ എഡ്ജ്, അത് ആൻഡ്രോയ്ക്കാണ് എഡ്ജ് എങ്കിൽ ആൻഡ്രോയ്ക്ക് വോട്ട് ചെയ്യും, വീണ ജോർജിനാണെങ്കിൽ വീണ ജോർജിന് വോട്ട് ചെയ്യും. സുരേന്ദ്രൻ ഇല്ലല്ലോ അപ്പോഴും. പിന്നെ തീർച്ചയായിട്ടും അതൊരു ഫാക്ടർ. ഇന്ന് നികേഷ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും നേതാക്കളും പറഞ്ഞത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും മത്സരം UDF-ഉം LDF-ഉം ആണെന്ന് പറഞ്ഞപ്പോൾ പത്തനംതിട്ടയിൽ വീണ ജോർജ് പോളിംഗ് തീരുന്നതിന് മുൻപ് പറഞ്ഞു, ഞാൻ ഇവിടെ മത്സരം ഞാനും BJP-യുമാണ്. സ്ട്രാറ്റജിയോ? കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ സർവേയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഫലം എന്ന് പറയുന്നത് 34% ആന്റോ ആന്റണിക്ക്, 33% കെ സുരേന്ദ്രന്, വീണ ജോർജിന് 20%. ഇത് BJP ആസൂത്രണം ചെയ്ത ഒരു സർവേ ആണ്. കാരണം കൂടുതൽ മൈനോറിറ്റി വോട്ട് ആന്റോ ആന്റണിക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ വേണ്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണെന്നുള്ള നിലയിലാണ് വീണ ജോർജ് അതിനെ കാണുന്നത്. അവർക്ക് അവരെ ഡിഫെൻഡ് ചെയ്യണ്ടേ? വേറെ ആരാ അവരെ ഡിഫെൻഡ് ചെയ്യുക? അവരെന്താണ് ഈ സ്ട്രാറ്റജിയുടെ പുറകിൽ? ഇവരുടെ ഉമ്മൻചാണ്ടി ഒരു തെരഞ്ഞെടുപ്പിൽ, നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങളും BJP-യും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞില്ലേ? അതൊരു സ്ട്രാറ്റജി ആയിരുന്നു. അപ്പൊ അത് കോടിയേരിക്ക് ബാധകമല്ലേ? അല്ല, കോടിയേരി വേറൊരു കോണ്ടെക്സ്റ്റിലും വീണ ജോർജ് സംസ്ഥാനത്തിലെ നിയോജക മണ്ഡലത്തിലും BJP മത്സരത്തിലില്ല എന്ന് പാർട്ടി പറയുമ്പോൾ പത്തനംതിട്ടയിലെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പറയുന്നു എന്റെ മത്സരം BJP-യുമായിട്ടാണ്. അതിന്റെ രാഷ്ട്രീയം എന്താണ്? കുഞ്ഞിക്കണ്ണൻ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇന്ന് രാവിലെ കോടിയേരിയിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2.5 മണിക്കൂർ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ നിന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വോട്ട് ചെയ്തതിന്റെ ക്ഷീണത്തിൽ വന്ന് പറയുകയാണ് 20 മണ്ഡലങ്ങളിലും ഞങ്ങളും UDF-ഉം തമ്മിലാണ് പോരാട്ടം എന്ന്. വീണ ജോർജ് പറയുന്നത് പത്തനംതിട്ടയിൽ ഞാനും സുരേന്ദ്രനും തമ്മിലാണ് പോരാട്ടമെന്ന്. മാധവൻകുട്ടിയുടെ ചോദ്യം, അതെങ്ങനെയാണ് സംസ്ഥാന സെക്രട്ടറി ഒന്നും പാർട്ടി മെമ്പറായ വീണ ജോർജ് മറ്റൊന്നും പറയുന്നത്? അങ്ങനെ ഒരു അടവ് പാടുണ്ടോ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന വീണയ്ക്ക്? ഇതാണ് ചോദ്യം. വീണ ജോർജ് പത്തനംതിട്ടയുടെ ഒരു സവിശേഷ സാഹചര്യമുണ്ട്.
കോൺഗ്രസും ബി ജെ പിയും ഒരേ രാഷ്ട്രീയമാണ് അവിടെ പറയുന്നത്. രണ്ടാളുകളും അയ്യപ്പന്റെ പേരിലാണ്. സുരേന്ദ്രൻ കുപ്പായിട്ട് കുറെ കൂടി ഒരു ഉന്മാദ പിടിപെട്ട ഒരാളെ പോലെ വോട്ട് ചോദിക്കുന്നു. ആന്റണിയും എന്താണ് അയ്യപ്പന്റെ പേരിൽ വിശ്വാസ സംശകരാണ്, കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞുകൊണ്ട്, ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്നു. അപ്പൊ അവിടെ നടക്കുന്ന മത്സരം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹിന്ദു ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്ന രണ്ടു കൂട്ടരും. ആ ഹിന്ദു ധ്രുവീകരണത്തിന്റെ നേട്ടം ഏറ്റവും കൂടുതൽ കൊണ്ടുപോകാൻ സാധ്യതയുള്ളത് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ്. ആ അർത്ഥത്തിൽ പത്തനംതിട്ടയുടെ ഒരു സവിശേഷ സാഹചര്യം, ആ മണ്ഡലത്തിന്റെ സവിശേഷ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവിടുത്തെ പോരാട്ടം ബി ജെ പിയുടെ അജണ്ടയിലാണ് അവിടെ കോൺഗ്രസ് കളിക്കുന്നത്. അതുകൊണ്ട് ബി ജെ പിയുമായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. ഏഷ്യാനെറ്റ് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ സർവേ പൊളിക്കുക എന്ന ഒരു രാഷ്ട്രീയ നയം വീണയുടെ ആ പ്രസ്താവനയിലുണ്ട്, ഒരു രാഷ്ട്രീയ സമീപനം വീണയുടെ ആ പ്രസ്താവനയിലുണ്ട്. അത് തീർച്ചയായിട്ടും അവരുടെ വോട്ടർമാർക്കിടയിൽ, ആ മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും സുരേന്ദ്രൻ അവിടെ നടന്ന ക്യാമ്പയിന്റെ ഒരു അനുരണനം മാത്രമാണ്, അതിന്റെ ഒരു എക്കോ മാത്രമാണ് ആന്റണിയുടെ അവിടുത്തെ ക്യാമ്പയിൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വീണ ഇവിടെ മതനിരപേക്ഷ ശക്തികളും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന് പറയുമ്പോൾ ബി ജെ പി പ്രതിദാനം ചെയ്യുന്ന ഹിന്ദുത്വ അജണ്ടക്കെതിരായിട്ട് മതനിരപേക്ഷ ശക്തികളും അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളും എനിക്ക് വോട്ട് ചെയ്യണമെന്ന അഭ്യർത്ഥനയാണ് വീണയുടെ ആ സ്റ്റേറ്റ്മെന്റിലുള്ളത്. അതുകൊണ്ട് ബി ജെ പി പ്രതിദാനം ചെയ്യുന്ന വർഗീയ ഫാസത്തെ പ്രതിരോധിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യേണ്ടത്. ആ ഒരു ആത്മവിശ്വാസമാണ് ഞാൻ 75,000 വോട്ടിലൂടെ വിജയിക്കും, യാതൊരു സംശയവുമില്ല എന്ന കാര്യം വീണ ഉറപ്പിച്ചു പറഞ്ഞത്. അത് തന്നെ അവിടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പോകുന്ന ശ്രീ ജേക്കബ് ജോർജ്, വീണ ആ പറയുന്നതിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടല്ലോ. ഏഷ്യാനെറ്റിന്റെ സർവേ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഏഷ്യാനെറ്റിന്റെ സർവേ 20% വോട്ട് മാത്രമാണ് വീണയ്ക്ക് കൊടുക്കുന്നത്. വീണ കുപിതയായിരുന്നു. വീണ പറഞ്ഞു ഏഷ്യാനെറ്റിൻ്റെത് ഉഡായിപ്പായിരുന്നു ആ സർവേ എന്നാണ്. നോക്കൂ, ആ നിലയിൽ വീണ മുന്നോട്ട് പോകുമ്പോൾ വീണയെ സംബന്ധിച്ചിടത്തോളം വേറൊരു നെറേറ്റീവ് അവിടെ സൃഷ്ടിക്കേണ്ടതുണ്ട്. ഞാനും ബി ജെ പിയും തമ്മിലാണ് മത്സരം. ആന്റണിക്ക് പോസ്റ്റ് ഒട്ടിക്കാൻ പോലും അവിടെ ആളില്ല. ആന്റണിക്ക് ജില്ലാ നേതൃത്വം പൂർണ്ണമായും ആന്റണിയുടെ ക്യാമ്പയിനിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. ആന്റണിയുടെ DCC ഭാരവാഹികൾ പോലും ബി ജെ പിക്കാണ് ഇത്തവണ വോട്ട് ചെയ്യുക എന്നുള്ളത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വന്തമായ നെറേറ്റീവ് സൃഷ്ടിക്കാൻ വീണക്ക് അധികാരമില്ലേ? ആ നെറേറ്റീവ് നേരത്തെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ വിജയിച്ചോ? അല്ല, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് വീണ എന്നല്ല ഏതൊരു സ്ഥാനാർത്ഥിയാണെങ്കിലും ആ നേരിടാവുന്ന ഏറ്റവും പ്രഗത്ഭവും സമർത്ഥവുമായ രീതിയിലാണ് വീണ ജോർജ് ആ ഒരു പ്രതിസന്ധിയായി. കാരണം ഒരു തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പ് ഒരു പ്രധാനപ്പെട്ട ചാനൽ പറയുകയാണ് 3ാം സ്ഥാനത്താണ്, സർവേ ഇങ്ങനെയാണ്, എന്നൊക്കെ പറയുമ്പോൾ അതിനെ ഒരു 34%-വും 20% തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ശക്തമായിട്ട് നേരിട്ടത്. പറഞ്ഞോളൂ. അതെ, 3ാം സ്ഥാനത്ത് വളരെ പുവർ തേർഡ്. അപ്പൊ ആ സ്ഥാനത്ത് അങ്ങനെ ഒരു നിരീക്ഷണത്തെ എതിർത്ത് തോൽപ്പിക്കണമെങ്കിൽ ഇതുപോലെ ഒരു പൊളിറ്റിക്സ് പറയേ പറ്റുള്ളൂ. എനിക്കൊന്ന് വീണയുടെ പൊളിറ്റിക്കൽ അക്യുമെന്റ് ആണ് അതിനകത്ത് കാണുന്നത് വളരെ ശക്തമായിട്ട്. ഞാനും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ കാര്യത്തിനൊരു ട്വിസ്റ്റ് വരികയാണ്. തീർച്ചയായിട്ടും അത് വീണ സ്വന്തം അഡ്വാൻറ്റേജിന് വേണ്ടി വളരെ ഉപയോഗിച്ച നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം തന്നെയായിരുന്നു എന്ന് വേണം പറയാം. ജേക്കബ് ജോർജ്, അതെന്തുകൊണ്ട് സഖാവ് ദിവാകരനും എടുത്തുകൂടാ? സഖാവ് ദിവാകരനും അത്തരം ഒരു നിലപാട് പറയാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ചെയ്യാൻ കഴിഞ്ഞില്ല? ഈ താങ്കൾ പറയുന്ന ന്യായം കേട്ടില്ല. താങ്കൾ പറയുന്ന ന്യായം തിരുവനന്തപുരത്ത് സഖാവ് ദിവാകരനും അന്യായം ഉപയോഗിക്കാമായിരുന്നല്ലോ. അദ്ദേഹം ഉപയോഗിച്ചില്ലല്ലോ. അടവും നയവും തമ്മിലുള്ള വ്യത്യാസമാണോ? അത് ദിവാകരനും വേണമെങ്കിൽ ഉപയോഗിക്കാമായിരുന്നല്ലോ. ഇവിടെ എനിക്ക് തോന്നുന്നു ദിവാകരൻ അങ്ങനെ ഒരു രാഷ്ട്രീയം തുറന്ന് ശക്തമായി രാഷ്ട്രീയം പറയുന്ന ഒരു സ്ഥാനാർത്ഥി ആയില്ല മാധവൻകുട്ടി. തിരുവനന്തപുരത്ത് ദിവാകരൻ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എന്ത് പുതിയ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെച്ചത്? അത് ശരി, നന്ദി. എന്റെ ശ്രീ അജയ് തറയിൽ ഒരു പ്രത്യേക സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു അല്ലെ? ത്രികോണ മത്സരം, പല സീറ്റുകളിലും ത്രികോണ മത്സരം. ഇപ്പോൾ നമ്മൾ നേരത്തെ 3 സീറ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ നമ്മുടെ എൻ രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോഴായിക്കൊള്ളട്ടെ, ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ ശക്തിയുള്ള BJP യെ നമുക്ക് ഈ മണ്ഡലങ്ങളിൽ കാണാം.
ശരിയാണ്. വടക്കേ മലബാറിലൊന്നും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് UDF വോട്ട് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു ചാലക ശക്തിയായി മാത്രം BJP മാറുന്നുണ്ടോ എന്നുള്ള സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. താങ്കൾ അത് അംഗീകരിക്കേണ്ട. അപ്പോൾ ഈ 5 or 6 മണ്ഡലങ്ങളിൽ BJP പ്രധാന ശക്തിയായി ഉയർന്നു വരുമ്പോൾ സംഭവിക്കാവുന്ന ഒരു പ്രത്യാഘാതം എന്താണ്? ഇവിടെയൊക്കെ UDF ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളാണ്. അത് ഈ ത്രികോണ മത്സരത്തിൽ UDF നിന്ന് കൂടുതൽ വോട്ടുകൾ BJPയിലേക്ക് ചോർന്നു പോവുകയും പ്രത്യേകിച്ച് ഈ വിശ്വാസത്തിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് നിങ്ങൾ നോക്കി നിൽക്കുകയും BJP പ്രത്യക്ഷ സമരത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഇതിൽ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിൽ ഇതിൽ ഒരു ചെറിയ LDF ചായ്വ് ഈ മണ്ഡലങ്ങൾക്ക് കാണിച്ചുകൂടായികയുണ്ടോ? ഒന്ന്, BJP തിരുവനന്തപുരത്തും അതുപോലെ പത്തനംതിട്ടയിലും ഒരു സാന്നിധ്യം നല്ല ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാക്കി. അവർ തൃശ്ശൂർ ഒരു ത്രികോണ മത്സരം ഒന്നും ശക്തമായി ഉണ്ടാക്കിയിട്ടില്ല. ഒരു ഫോഴ്സ് ആയിട്ടുണ്ട്. എന്തിനാ സമ്മതിക്കാതിരിക്കുന്നത്? പ്രതീതി ഉണ്ടാക്കുകയാണ്. പ്രതീതിയുടെ രാഷ്ട്രീയം പ്രധാനപ്പെട്ട. സുരേഷ് കുറുപ്പോ പ്രതാപനോ ഇവർ മൂന്നുമിൽ ആര് ജയിക്കും എന്നതിലേക്കൊന്നും ചർച്ച ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ള 17 ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ 16% വോട്ട് പോലും ഇവിടെ പിടിക്കില്ല. ശബരിമലയെ കുറിച്ച് 16% പറയുന്നു. ഈ മെയ് മാസം 23-ാം തീയതി നിങ്ങൾ വ്യക്തമായി പറഞ്ഞുകൊള്ളുക, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയ വോട്ട് മറ്റ് 17 മണ്ഡലങ്ങളിലും BJPക്ക് വാങ്ങാൻ കഴിയില്ല. അത് ശരി, ഞാൻ സമ്മതിച്ചു. ഞാൻ പറയുന്നത് എന്തൊക്കെ രാജേന്ദ്രൻ, ഞാൻ ക്ലാരിറ്റിയോടെ തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ, ചാലക്കുടി, ആറ്റിങ്ങൽ ഇങ്ങനെയുള്ള 4 or 5 മണ്ഡലങ്ങൾ കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇടങ്ങളിൽ BJP നിങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് പലയിടത്തും എടുക്കുന്നത്. അതിപ്പോ നിങ്ങൾക്ക് പറയാലോ, സ്വാഭാവികമായിട്ട് വോട്ടുകൾ മാറിപ്പോതിനെ കുറിച്ച് പറയാം. അപ്പൊ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ മാസ് പാർട്ടിയെ സഹായിക്കും BJP? ഏത് ആറ്റിങ്ങലും തൃശ്ശൂരും ചാലക്കുടിയിലും മാസ് പാർട്ടിയെ സഹായിക്കും എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അതായത് ഈ പറയുന്ന മണ്ഡലങ്ങളിൽ BJP കൂടുതൽ വിശ്വാസികളുടെ വോട്ട് ശബരിമലയുടെ പേര് പറഞ്ഞു പിടിക്കുമ്പോൾ അത് LDFൽ നിന്നല്ല കൂടുതലായി BJPയിലേക്ക് പോകുന്നത്, UDFൽ നിന്നാണ്. സാധാരണഗതിയിൽ നിഷ്പക്ഷ വോട്ട് ഇതിന്റെ കൂടെ ഞാൻ കൊല്ലവും കൂടെ ചേർക്കും. കൊല്ലത്ത് പക്ഷേ BJP ഇല്ലാത്തത് കൊണ്ട്, BJP സ്ഥാനാർത്ഥി ഗൗരവമുള്ള ആളല്ലാത്തത് കൊണ്ട് ബാക്കിയുള്ള 5 സീറ്റുകൾ, ഈ 17 സീറ്റിലും BJP കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാളും കുറച്ച് വോട്ട് പിടിക്കത്തുള്ളൂ. ഇവിടെ നിങ്ങൾ ആരും എന്ത് പറഞ്ഞാലും കേരളത്തിൽ 20 സീറ്റ് നമ്മൾ 23-ാം തീയതി കാണണം. നമ്മ കാണും, നമ്മ എത്ര കൊല്ലം ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഈ പറഞ്ഞ ഈ 23-ാം തീയതി ഇപ്പോൾ ഇവിടെ ഒരു രാഹുൽ തരംഗമാണ് ഉള്ളത്. രാഹുൽ ഗാന്ധിയുടെ തരംഗം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി രാജ്യത്തെ ജനങ്ങളോട് വെച്ച സാമ്പത്തികമായ കാഴ്ചപ്പാടുകൾ. അദ്ദേഹം ഈ രാജ്യത്തിന് മുന്നിൽ പല പാവങ്ങൾക്ക് വേണ്ടിയും കർഷകർക്ക് വേണ്ടിയും യുവാക്കൾക്ക് വേണ്ടി വനിതകൾക്ക് വേണ്ടിയും നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സുസ്ഥിരമായ ഒരു പ്രതിജ്ഞ, ഇതെല്ലാം ഈ രാജ്യത്തെ ജനങ്ങൾ വളരെ കൗതുകത്തോടെ. അതുകൊണ്ട് രാഹുൽ തരംഗമാണ്. ആ തരംഗത്തിൽ BJPയും CPMഉം ഇവിടെ റോഡിലോളം കയറുന്നു. അങ്ങനെ തന്നെ പറയണം. കോൺഗ്രസ്സുകാർ അങ്ങനെ പറയില്ല. അശോക് കുമാർ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇക്വേഷനിൽ തന്നെ നിൽക്കുകയാണ്. ഒരു മേഖലയിൽ BJPക്ക് കേന്ദ്രീകരിച്ച് തങ്ങളുടെ നിലപാട് പറഞ്ഞ് വോട്ടർമാരെ താൽക്കാലികമായെങ്കിലും ഇളക്കാനായിട്ടുണ്ട്. മറ്റൊരു വലിയ മേഖലയിൽ മോദി വിരുദ്ധ തരംഗം ഉണ്ടായിരിക്കാം എന്നുള്ള ഒരു വിലയിരുത്തൽ ഞാൻ വ്യക്തിപരമായി നടത്തുകയാണ്. അത് ഈ ചാനലിൻ്റെ അഭിപ്രായമായിട്ടൊന്നും താങ്കൾ എടുക്കണമെന്നില്ല. നോക്കൂ, അങ്ങനെയാണ് എങ്കിൽ ശ്രീ അജയ് തറയിൽ പറയുന്നത് 3, ഞാൻ പറയുന്നത് 5. ബാക്കിയുള്ള 15 ലോക്സഭാ മണ്ഡലങ്ങളിൽ, അല്ലെങ്കിൽ അജയ് തറയലിൻ്റെ ഇതിലേക്ക് പോയാൽ ബാക്കിയുള്ള 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ട് കുറയുകയാണ് ചെയ്യുക. അതിനെന്ത് ന്യായീകരണമായിരിക്കാം നിങ്ങൾക്ക് പറയാനുണ്ടാവുക? കാരണം പലയിടത്തും അതിന് വോട്ട് കുറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന് പ്രതികരണം പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ള താങ്കളുടെ തിരിച്ചുള്ള മറുപടിയും ഞാൻ മനസ്സിലാക്കുന്നു. അതിനനുസരിച്ച് ഞാൻ ആ ചോദ്യം ഒന്ന് പരിഷ്കരിക്കുന്നു. പക്ഷേ ആ നിലയിൽ മാത്രമേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണ പരിപാടികൾ പോലും ഈ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുള്ളൂ. ഇനി പറഞ്ഞോളൂ. പൂർത്തീകരിക്കാൻ സമ്മതിക്കണം. ഒരു കാര്യം വളരെ കൃത്യമാണ്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടല്ല കാര്യങ്ങളെ കാണുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടുള്ള മോദി ഡൽഹിയിലേക്ക് വന്നാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ആകെ അങ്ങ് വലിയതായിട്ട് പ്രയാസപ്പെടുത്തി കളയുന്നുള്ള ക്യാമ്പയിൻ രാജ്യത്ത് നടന്നു. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് മോദി വന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അതിലും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ കാണുന്നത്. ചർച്ചയ്ക്ക് ഇന്ന് ഇതൊക്കെ പറഞ്ഞു കളയാമെന്ന് വിചാരിച്ച് കുറെ വാചകങ്ങൾ ഞാനായാലും ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാക്കുമായിരിക്കും. പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നമുക്ക് മുന്നോട്ട് പോകാനാകില്ല.
നമുക്ക് ഇതാ ഇന്ന് ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ, സംസാരിക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്, ഒരുപാട് ഇൻപുട്സ് ഉണ്ട്. ഇന്ന് രാവിലെ 7 മണി മുതൽ രാത്രി ഇപ്പോഴും പോളിംഗ് കഴിഞ്ഞിട്ടില്ല. ആ ഇൻപുട്സ് ഒക്കെ വെച്ച് ചർച്ച ചെയ്യൂ ദയവായി. ക്ഷമിക്കണം ഞാൻ അങ്ങനെ പറഞ്ഞതിന്. ഇൻപുട്ടിന്റെ കാര്യമാണ് പറയുന്നത്. അതായത് ഒരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രത്തിൽ നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ തുടരുമെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. ആ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ സ്ഥിരതയുള്ള ഒരു ഗവൺമെന്റ് വേണമെന്ന് കേരളത്തിലെ ആളുകൾ ആഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. അതുമാത്രമല്ല, കോൺഗ്രസിന് സ്വന്തമായിട്ട് 100 സീറ്റ് തികയ്ക്കാൻ പറ്റാത്ത സാഹചര്യം, ഇടതുപക്ഷം രാജ്യത്തെ ചരിത്രത്തിലെ ഏറ്റവും വളരെ ദുർബലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം, ഇതൊക്കെ കണക്ക് കൂട്ടുമ്പോൾ രാജ്യത്ത് വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അതിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന വിഭാഗങ്ങളുണ്ട്. മറ്റൊന്നാണ് കേരളത്തിന്റെ രാഷ്ട്രീയം. ഇതല്ല കേരളത്തിലെ പ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ ക്യാമ്പയിൻ. അത് ശബരിമലയും മഹാപ്രളയവും അടക്കമുള്ള കാര്യങ്ങളാണ്. ആ കാര്യവും BJPക്ക് അനുകൂലമാണ്. അപ്പൊ 2 ഘടകങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നു. കേന്ദ്രത്തിൽ ഭരണ തുടർച്ചയും ഭരണ സ്ഥിരതയും, അതുപോലെ തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും. അത് രണ്ടും അനുകൂലമായി നിൽക്കുന്നത് കൊണ്ടാണ് രാജ്യത്ത് നടന്ന സർവേകളൊന്നും ഞങ്ങൾ കേരളത്തിൽ പിന്നോട്ട് പോകുമെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ BJP വിരുദ്ധമായിട്ടുള്ള മലയാള മാധ്യമങ്ങൾ തുടരണം എന്നുള്ളതാണ് കേരളത്തിലെ ഹിന്ദു ഭൂരിപക്ഷത്തിലെ ഒരു വിഭാഗം ആളുകളെങ്കിലും ചിന്തിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ട് ഒരൊറ്റ പാറ്റേണിൽ ആ വോട്ടിംഗ് നടക്കുന്നില്ല? അങ്ങനെ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അതിനനുസരിച്ച് പ്രചരണം നടത്തിയില്ല ശ്രീ അശോക് കുമാർ. ഞങ്ങൾ പ്രചരണം നടത്തില്ല എന്നെങ്ങനെ നിങ്ങൾ പറയാ? ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം NSS അടക്കമുള്ള അവരുടെ 10% സംവരണം അടക്കമുള്ള കാര്യങ്ങൾ, കർഷകരുടെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ആയുഷ്മാൻ പദ്ധതി. അപ്പൊ കേന്ദ്ര പദ്ധതികൾക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കും. മലബാറിൽ ആകെ എന്തിനാ വെറുതെ ഒരു മണ്ഡലത്തിന്റെ മാത്രം പറയുന്നത്? മലബാറിൽ ഈ പറയുന്ന തിരുവനന്തപുരത്ത്, പത്തനംതിട്ടയിൽ, തൃശ്ശൂരില്, അങ്ങനെയല്ല. കണ്ണൂരിൽ മലബാറിൽ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. നികേഷ് എലക്ഷൻ കഴിയുന്നതോടുകൂടി മലബാറിൽ നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് യോജിക്കാൻ കഴിയും. കാരണം മലബാറിൽ രാഹുൽ ഗാന്ധിയുടെ വരവ്, മുസ്ലിം ലീഗിന്റെ കടന്നുകയറ്റം, ഇതൊക്കെ കൂടുതൽ അനുകൂലമായ സാഹചര്യം UDFന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ മലബാറിൽ നിന്ന് വോട്ട് ചെയ്യുന്ന ഒരാളാണ്. അത് എന്ന് കരുതിയിട്ട് BJPക്ക് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല. അത് ഇടതുപക്ഷം കാലങ്ങളായി കരുതി വെച്ച ഇടതുപക്ഷത്തിന്റെ വോട്ട് മലബാറിലെ BJPക്ക് സ്വന്തം തട്ടകത്തിൽ കിട്ടിയിരിക്കുന്നു. ശരിയാണ് താങ്കൾ പറഞ്ഞതുപോലെ. മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ, പ്രത്യേകിച്ച് കെ മുരളീധരനെ പോലെ സ്ഥാനാർത്ഥികളെ ദത്തെടുത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിരുന്നു. പക്ഷെ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി വീര്യം കൂട്ടാനല്ലേ ഉപകരിക്കൂ? കുറെ കൂടി ശക്തനായ സ്ഥാനാർത്ഥി വരുമ്പോഴല്ലേ നമുക്ക് ശക്തി ഉണ്ടാവുക. അല്ല, ഞങ്ങളുടെ വീര്യം കൂട്ടില്ലെന്ന് ആരാ പറഞ്ഞത്? എന്തായാലും റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾ എല്ലാ മണ്ഡലത്തിലും മുൻകാലത്തേക്കാൾ ശതമാനത്തിൽ വർധനവുണ്ടാവും, വിജയസാധ്യത ഉണ്ടാവും. ആ കാര്യത്തിൽ നിങ്ങൾ പറയണ്ട. ടെലിവിഷൻ കാസർഗോഡ് BJPക്ക് പരമ്പരാഗതമായി നല്ല വോട്ട് കിട്ടുന്ന സ്ഥലമാണ്. പക്ഷെ BJPയുടെ വളർച്ച എത്രമാത്രം സാധ്യമാകും എന്നത് അവിടുത്തെ സാമൂഹ്യ ഘടന കൂടി ആശ്രയിച്ചിരിക്കും. ഞങ്ങൾക്ക് വളരാൻ പറ്റുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ വളർച്ച നേടും. 20% മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം ഉയർത്തുമെന്ന് പൊതുസമ്മേളനത്തിന് എന്തുകൊണ്ട് ആളുകൾ കൂടുന്നില്ല, എന്തുകൊണ്ട് BJP പ്രവർത്തകർ എത്തുന്നില്ല എന്നുള്ള വിഷയത്തിൽ വളരെ ദീർഘമായി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഈ കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് CPMന്റെ വലിയ ശക്തി കേന്ദ്രമാണെങ്കിൽ തന്നെയും RSSന് ഇന്ന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സ്ഥലമാണ്. അവിടെയാണ് നിങ്ങൾ എതിരാളികൾക്ക് ഗ്രൗണ്ട് വിട്ടുകൊടുത്ത് പിൻവാങ്ങുന്നത്. സുധാകരൻ RSS BJP വോട്ടുകൾ കച്ചവടം നടന്നിരിക്കും. CK പത്മനാഭനെ തോൽക്കാനുള്ള സ്ഥാനാർത്ഥിയായിട്ടാണ് BJP RSS ആളുകൾ വോട്ട് നടത്തിയിരിക്കുന്നത്. CK പത്മനാഭൻ എന്താ പുതിയ അനുഭവമാണ്? CK പത്മനാഭൻ തിരുവനന്തപുരത്ത് അനുഭവം എന്തായിരുന്നു? അപ്പോൾ CK പത്മനാഭനെ നിർത്തി സുധാകരൻ കൊടുക്കുന്നതിന് തന്നെയാണ്. കച്ചവടമല്ല പിന്നെ എന്താ? BJP വോട്ട് കൊണ്ടുവന്ന് കണ്ണൂരിൽ നിങ്ങൾ നിർത്തണം നടക്കുന്ന കാര്യമല്ല. നിങ്ങൾക്കാവുമ്പോ പറഞ്ഞ് നടക്കില്ല. നോക്കൂ, ഇവിടെ കണ്ണൂരിലെ കാര്യം മാത്രമല്ല, ഇനി ഞങ്ങളുടെ ശക്തിക്ക് സ്രോതസ്സിനനുസരിച്ചാണ്. എന്നാൽ നിങ്ങളൊരു കാര്യം തൊടുപുഴയിലോ മലപ്പുറത്തോ പിണറായി വിജയനെ മത്സരിപ്പിക്കുക. അത് അങ്ങനെയാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ സാഹചര്യങ്ങൾക്കും ശക്തിക്കും അനുസരിച്ചാണ് അവർ നേതാക്കളെ പോസ്റ്റ് ചെയ്യുക. നമുക്കറിയുന്ന കാര്യമല്ല. നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി ധർമ്മടത്ത് നിന്ന് മലപ്പുറത്ത് വന്ന് പിണറായി വിജയൻ മത്സരിക്കട്ടെ.
മെയ് മാസം 23-നെ കുറിച്ചാണല്ലോ എല്ലാവരും പറയാൻ പോകുന്നത്. മെയ് മാസം 23-ന് നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണെന്നറിയാമോ? അവിടെ കെട്ടിവെച്ച കാശ് NDA സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകാത്ത സാഹചര്യം. കെട്ടിവെച്ച കാശ് കിട്ടണമെങ്കിൽ തന്നെ ഏതാണ്ട് 1 ലക്ഷം വോട്ടെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടൂ. നിങ്ങൾക്ക് അവിടെ ഉണ്ടാകാൻ പോകുന്നത് 30,000, 40,000, 50,000 വോട്ടാണ്. അതിൽ കൂടുതൽ വയനാട്ടുകാരെയാണ് ഞാൻ പറയുന്നത്. വയനാട്ടുകാരെയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം നികേഷിന്റെ പ്രവചനങ്ങൾ തെറ്റിയിട്ടുള്ളതാണ് മത്സരകാലത്ത് തന്നെ. അപ്പൊ അത് അങ്ങനെ പ്രചരിക്കരുത്. ജനങ്ങളാണ്, ജനഹിതമാണ് തീരുമാനിക്കപ്പെടുന്നത്. അത് അങ്ങനെ പ്രവചിക്കരുത്. ശരിയായിട്ടില്ലല്ലോ, ഓർമ്മയുണ്ടല്ലോ മുൻകാല ചരിത്രം. അതുകൊണ്ട് അങ്ങനെ പ്രവചിക്കാൻ നിൽക്കല്ലേ. ഇതൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. വയനാട് ലോക്സഭാ സീറ്റിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നിങ്ങൾക്ക് കെട്ടിവെച്ച കാശ് കിട്ടുമോ ഇല്ലയോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും കെട്ടിവെച്ച അത് നോക്കാം. ഞങ്ങൾക്ക് കെട്ടിവെച്ച കാശ് കിട്ടുന്ന സ്ഥലം കൂടി നിങ്ങൾ പരിശോധിക്കണം. അല്ല വേണ്ട, വയനാട് രാഹുൽ ഗാന്ധിയല്ലേ മത്സരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി നിങ്ങൾക്കൊരു വീറും വാശിയും വേണ്ടേ? ഇന്ത്യ ചർച്ച ചെയ്യാൻ അവിടെ CPM കാണിച്ചല്ലോ ഈ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി അങ്ങനെയല്ല പറയേണ്ടത്. അതായത് പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും ഉണ്ടാക്കുന്ന അതേ മുന്നേറ്റം എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാക്കണം പറഞ്ഞാൽ എങ്ങനെ സാധ്യമാകുന്നത്? അത് സാധ്യമാകും. അതിന്റെ പശ്ചാത്തലം നോക്കണ്ടേ, സാമൂഹ്യ ഘടന നോക്കണ്ടേ. നിങ്ങൾക്കറിയാമല്ലോ, മൈനോറിറ്റിക്ക് വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനത്ത് മൈനോറിറ്റി ഒന്നല്ല, ഞങ്ങൾക്കെതിരായി നിങ്ങൾ ഉയർത്തുന്ന ക്യാമ്പയിൻ ഇല്ലെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ തന്നെ എന്താ രാഹുൽ ഗാന്ധിയെ നിങ്ങളുടെ തട്ടകത്തിൽ കിട്ടിയിട്ട് രാഹുൽ ഗാന്ധിയെ ഒന്ന് പെരുമാറാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നതിന്റെ നാണക്കേട് ദേശവ്യാപകമാണത്. BJPയുടെ ഇമേജ് തകർക്കും. കേരളം മുഴുവൻ നടന്നത് പ്രിയങ്ക ഞങ്ങളെ പേടിച്ചാണ് അമേഠിയിൽ നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ ഇല്ലാത്ത സ്ഥലത്തേക്ക് വന്നതാണ്. ഈ രാജ്യത്ത് BJP മത്സരിക്കാത്ത സ്ഥലം നോക്കി അവസാന ലാപ്പിലാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സ്വാധീനം വരണ്ടേ? അയാൾ നിലപാട് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് ദേശീയ പാർട്ടി എന്നതിനേക്കാൾ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് 2019 അമേഠി ലോക്സഭാ സീറ്റിൽ ഉണ്ടാകും എന്നുള്ളത് കണക്കുകൾ വ്യക്തമാക്കുന്നു. 23-ാം തീയതി അതും കാണാം. അശോക് കുമാർ, ഇന്ത്യ നോക്കിക്കൊണ്ടിരിക്കുന്ന 3 മണ്ഡലങ്ങളാണ് കേരളത്തിൽ. കേരള രാഷ്ട്രീയത്തിന് 3 ബലങ്ങൾ വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട. ബാക്കിയെല്ലാം കേരള രാഷ്ട്രീയവുമായി ചുറ്റിപ്പറ്റിയുള്ള പ്രാധാന്യമാണ്. വയനാടിൽ തുഷാർ നിലം പറ്റുന്നത് BJPയുടെ മുനയൊടിഞ്ഞു രാഷ്ട്രീയത്തിൽ തന്നെ തെളിവാകും. ഇവിടെ ശ്രീ ജേക്കബ് ജോർജ്, നമ്മൾ BJPയെ കുറിച്ച് അല്പസമയം കടന്നുപോയി. അത്രയും അർഹിക്കുന്നില്ല BJPയുടെ ഈ പ്രസൻസ്. എങ്കിൽ പോലും ഒരു പുതിയ ശക്തി എന്നുള്ള നിലയിൽ ചർച്ച ചെയ്തു പോയതാണ്. ഇവിടെ സംസ്ഥാന ഭരണകൂടത്തിനെതിരായിട്ടുള്ളൊരു വിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പിലുണ്ടോ? പ്രത്യേകിച്ച് ശബരിമല കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച് CPM കുടുംബങ്ങൾ, CPMന്റെ ഹിന്ദു കുടുംബം, ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM ആണല്ലോ കേരളത്തിൽ. ആ ഹിന്ദു കുടുംബങ്ങളിൽ പോലും അസ്വസ്ഥതകളുണ്ട് എന്നും, ഇപ്പോൾ കാലാൾ ഭടന്മാർ പോകുമ്പോൾ, അതായത് നോട്ടീസ് കൊടുക്കാൻ പോകുന്ന സഖാക്കന്മാരോട് നിങ്ങൾ ആ കാര്യം ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നതായി പലയിടത്തു നിന്നും നമുക്ക് ചെവിയിൽ കേൾക്കാം. അപ്പോൾ ആ നിലയിൽ അത് സംസ്ഥാന ഭരണകൂടത്തിനെതിരായിട്ടുള്ള വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനിടയുണ്ടോ? അത് ശബരിമലയുടെ ഒരു മൊത്തം വികാരം. പത്തനംതിട്ട, തിരുവനന്തപുരം, ഇവിടെ ഇങ്ങേപ്പുറത്ത് കൊല്ലത്ത് വികാരം കാണുന്നുമില്ല. പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും ചെറിയ ഒരു വിഭാഗം എന്ന് തന്നെ പറയാം. എനിക്ക് കോഴഞ്ചേരി, പുല്ലാട് ഒക്കെ എൻ്റെ പ്രദേശങ്ങളാണ്. അവിടെയൊക്കെയുള്ള നമ്മുടെ നായർ സുഹൃത്തുക്കൾ അവരൊക്കെ ഇടതുപക്ഷക്കാരാണ്. CPMിലുള്ളവരും ഉണ്ട്, പക്ഷെ കൂടുതലും ഇടതുപക്ഷ ചേരിയിൽ നിൽക്കുന്നവരാണ്. CPM മനസ്സുള്ളവരാണ്. അവരൊക്കെ ആദ്യം എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇത്തവണ കോൺഗ്രസിനെ ചെയ്യുള്ളൂ, നമ്മുടെ ശബരിമല വിഷയത്തിൽ ഗവൺമെൻറ് കാണിച്ചത് ശരിയായില്ല, ഞങ്ങൾ കോൺഗ്രസിനായിരിക്കും വോട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരു ഏറെക്കുറെ അങ്ങൊരു തീരുമാനം എടുത്തു. പക്ഷേ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാവുകയും പ്രചാരണ രംഗത്ത് മുന്നേറുകയും ചെയ്തപ്പോഴത്തേക്ക് അവരുടെ ഭാഗത്ത് നിന്ന് കുറച്ച് വനിതകൾ, ഇപ്പം കഴിഞ്ഞ ഞായറാഴ്ച അവിടുത്തെ NSS കരയോഗം യോഗം ചേർന്നപ്പോൾ സ്ത്രീകൾ തന്നെയാണ് സുരേന്ദ്രന് വോട്ട് ചെയ്യണം എന്ന് നിർബന്ധിച്ചത്. അപ്പോൾ അവർ കോൺഗ്രസിലേക്ക് ചേരുക എന്നുള്ള നയം മാറ്റിയിട്ട്, നിലപാട് മാറ്റിയിട്ട് സുരേന്ദ്രന് വോട്ട് ചെയ്യാം എന്നുള്ള ലൈനിലേക്ക് കടന്നു. അതിനകത്ത് സംശയമുള്ള കാര്യമല്ല.
തിരുവനന്തപുരത്തും അതേപോലെ സംഭവിക്കുന്നുണ്ട്. അത് കോൺഗ്രസിനകത്ത് നിൽക്കുന്ന നായർ സമുദായക്കാരും കുറച്ചൊക്കെ വളരെ ചെറിയതായിട്ട് നമുക്ക് ഈ തിരുവനന്തപുരത്ത് എനിക്കിങ്ങനെ പ്രകടമായി ഇടതുപക്ഷത്തുള്ളവർ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ടാവാം, അവരുടെ മനസ്സിലേക്ക് മാറ്റം ഉണ്ടാവാം. പക്ഷെ അത് സ്ഥിരമായി എങ്കിലും ഒരു ചലനം തന്നെയാണ്. BJPക്ക് അനുകൂലമായി കിട്ടിയ ഒരു വലിയ സംഭവമാണ്. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്, ശബരിമല ഇല്ലായിരുന്നെങ്കിൽ BJP എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു വലിയ ചോദ്യമല്ലേ നികേഷേ? ശബരിമല എന്നുള്ള വിഷയം അവരുടെ കയ്യിൽ മുഖ്യമന്ത്രി കിട്ടിയിരുന്നു എന്ത് വലിയ അക്കാര്യത്തിൽ ഒരു മുഖ്യമന്ത്രി ഇവിടെ നോക്കൂ. ശ്രീ അജയ് തറയിൽ ഇപ്പോൾ പറയുന്നത്, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശബരിമലയിൽ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു നിലപാട് എടുത്തില്ലായിരുന്നുവെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സംസ്ഥാന ഘടകം എന്തു ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മറ്റൊരു നെറേറ്റീവ് ഞാനിങ്ങനെ ചോദിക്കാം. ഇവിടെ BJPയെ വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി എടുത്ത നിലപാട് എന്താണ്? ഇന്ത്യയുടെ പരമോന്നത കോടതിയുടെ വിധിയുണ്ടായി. ആ ഇന്ത്യയുടെ പരമോന്നത കോടതിയുടെ വിധി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഭരണഘടനാപരമായ ബാധ്യത നിർവഹിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. ആ ഭരണഘടനാപരമായ ബാധ്യത നിർവഹിക്കുമ്പോൾ നമ്മുടെ നവോത്ഥാന ചരിത്രവുമായി ബന്ധപ്പെട്ട് ലിംഗനീതിയുടെ പ്രശ്നം ഏറ്റവും ശക്തമായി പിണറായി വിജയൻ ഉയർത്തിപ്പിടിച്ചു. അതിന് കേരള സമൂഹത്തിലെ വലിയ രീതിയിലുള്ള പിന്തുണയുണ്ടായിട്ടുണ്ട്. ആ പിന്തുണയെ ഭയപ്പെട്ടുകൊണ്ട് BJPക്കാരും കോൺഗ്രസുകാരും ശബരിമല പ്രശ്നത്തെ ഒരു വിശ്വാസ ദംശനത്തിന്റെ, വിശ്വാസികൾക്കെതിരായിട്ടുള്ള എന്തോ അനീതികരമായ കേരള സർക്കാരിന്റെ ഒരു കടന്നാക്രമണമായി ചിത്രീകരിക്കുകയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന നികേഷേ, ഈ കാര്യത്തിലൊക്കെ തന്നെ ജനങ്ങളുടേതായ ചില വിവേചന ബുദ്ധിയൊക്കെ ഉണ്ട്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കും. ഒന്നും മനസ്സിലാകാത്തവരാണ് ജനങ്ങൾ. വിശ്വാസം പറഞ്ഞാൽ അപ്പാടെ അങ്ങ് വോട്ട് ചെയ്യുന്നൊക്കെ. ഇപ്പൊ ഇവിടെ ജേക്കബ് ജോർജ് പറഞ്ഞു, നമ്മൾ അപവാദങ്ങളെ, ഒറ്റപ്പെട്ട സംഭവങ്ങളെ സാമാന്യവൽക്കരിക്കേണ്ടതില്ല. ഒരു വോട്ടിങ്ങിന്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ അത്തരത്തിലുള്ള സൂക്ഷ്മ പ്രശ്നമൊക്കെ നമ്മൾ പരിശോധിക്കും. പക്ഷേ പൊതുവായി കേരളീയ സമൂഹത്തിൽ ഇപ്പൊ പത്തനംതിട്ടയിലോ തിരുവനന്തപുരത്തോ ഉള്ള ഒരു വികാരം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശബരിമല പ്രശ്നം ഉന്നയിക്കുന്നത് മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും ഉന്നയിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ 3 വർഷക്കാലത്തെ ഭരണം അത് പ്രളയം കൈകാര്യം ചെയ്ത്, നിപ്പ പോലുള്ള ഒരു വൈറസിനെ കൈകാര്യം ചെയ്ത്, അതൊക്കെ കേരളീയ സമൂഹത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കുന്ന എല്ലാ ആളുകളും വലിയ രീതിയിൽ സഹായിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് രാഷ്ട്രീയമായി അല്ലെങ്കിൽ ഭരണപരമായ എന്തെങ്കിലും കാര്യങ്ങളിലോ വിമർശനങ്ങൾ മുന്നോട്ട് വെക്കാനില്ലാത്ത കോൺഗ്രസുകാരും BJPക്കാരും അവരുടെ രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ ഭാഗമായിട്ടാണ് ശബരിമല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്നും വോട്ടാകാൻ പോകുന്നില്ല. ഞാൻ അശോക് കുമാറിനോട് ചോദിക്കുകയാണ്, ഈ കോഴിക്കോട്, ഞാൻ കോഴിക്കോട് നിന്നാണ് സംസാരിക്കുന്നത്, അശോക് കുമാർ എന്റെ അടുത്തുണ്ട്. ഈ കോഴിക്കോട് നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ വോട്ട് കിട്ടുമോ? എന്റെ സുഹൃത്താണ് പ്രകാശ് ബാബുവിന് വേണ്ടി ബൂത്തുകൾ പോലും പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ്. പല സ്ഥലത്തും ബൂത്ത് ഏജന്റുമാരുണ്ടായില്ല എന്നാണ്. ഞാൻ വടകര പ്രധാനമായിട്ട് ചുമതല വഹിച്ച് പ്രവർത്തിച്ച ആളാണ്. വടകരയിലെ BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 76,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് 1,13,000 ആയിട്ടുണ്ട്. ഞാൻ പോട്ടെ, നിയമസഭ വിട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയ 76,000 വോട്ട് സജീവന് കിട്ടുമോ? അവരുടെ സംസ്ഥാന സെക്രട്ടറിയാണ് മത്സരിക്കുന്നത്. വളരെ പരസ്യമായിട്ട് ജയരാജനെ തോൽപ്പിക്കുകയാണ് ഞങ്ങളുടെ അജണ്ട എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ വിഷയം ഞാൻ കാണുന്നത്, ഈ BJPക്കും കോൺഗ്രസിനും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു അജണ്ടയായിപ്പോയി. ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് തങ്ങൾക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ തോന്നുന്ന തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലേക്കും ഒന്ന് മത്സരം ഉഷാറാക്കുക. ബാക്കി മണ്ഡലങ്ങളെല്ലാം BJP വോട്ട് മറിക്കുകയാണ്. ആ വോട്ട് മറിക്കുന്നതിനെ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹമാകെ ഒന്നിച്ച് കാണുന്നുണ്ട്. തറയിലെ പോലുള്ള സുഹൃത്തുക്കള് വളരെ വ്യാപകമായ രീതിയിൽ പറയുന്ന എന്താണ്, കേന്ദ്രത്തിൽ ഒരു ബദലായിട്ട് വരിക കോൺഗ്രസ് ആണ്, അതുകൊണ്ട് കോൺഗ്രസ് ഉണ്ട്. ഞാൻ വടകരയിൽ പ്രവർത്തിച്ച ആളാണ്. നിങ്ങൾ നോക്കിക്കോ, ന്യൂനപക്ഷങ്ങളുടെ ധ്രുവീകരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. അവർ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. പല സംഘടനകളും എന്താണ് കോൺഗ്രസിന് UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ വരാൻ പോകുന്ന അവരിപ്പോ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി കഴിഞ്ഞ് മെയ് 23 എണ്ണാൻ പോവുകയാണല്ലോ. നമുക്ക് കാണാം വടകരയിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി P ജയരാജൻ വിജയിക്കും. അതെന്തുകൊണ്ടാണ്? മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കറകളഞ്ഞ സംസ്ഥാന തലത്തിൽ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ കിട്ടിയ മുസ്ലിം വോട്ട് CPMന് കിട്ടുമോ? അതാണ് യഥാർത്ഥ ചോദ്യം. UDFന് അനുകൂലം മാത്രമല്ല, ആ ന്യൂനപക്ഷ വോട്ടുകൾ
BJP-യുടെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായിട്ടാണ് ഏകീകരിക്കപ്പെട്ടത്. ജയരാജൻ അതിൽ എങ്ങനെ വലിയൊരു ചെയ്യും? പങ്ക് ഇടതുപക്ഷത്തിന് ലഭിക്കും. സഖാവ് നിങ്ങളെന്താണ് ന്യൂനപക്ഷ ചെറുപ്പക്കാരെ വെട്ടിക്കൊന്ന ജയരാജൻ എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളോട് ന്യൂനപക്ഷ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നത്? അല്ല, മറ്റ് സഖാവേ, സംഘടനകളിലെ സഖാവേ, ന്യൂനപക്ഷ ഞാൻ സമൂഹത്തിൽ മറ്റ് ചോദിക്കുന്നത് ധാരകളില്ലേ ആ അസംബ്ലി- ധാരകളെല്ലാം തന്നെ ഏകപക്ഷീയമായ പിന്തുണ ഈ കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ടോ, UDF-ന് കൊടുത്തിട്ടുണ്ടോ? അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ മണ്ഡലം തന്നെ നിങ്ങൾ ഒരു കേസ് സ്റ്റഡി ആയി എടുക്കൂ. അസംബ്ലി അവിടെ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയും അസംബ്ലി ലീഗിനെ പിന്തുണയ്ക്കുന്ന തെരഞ്ഞെടുപ്പിൽ സമസ്തയും മുജാഹിദും ഒക്കെ നോക്കൂ നിങ്ങൾ. അതിലപ്പുറത്ത് സ്വാധീനമുള്ള മറ്റ് ധാരകൾ അവിടെയുണ്ട്. ഒരു കാര്യം, സഖാവ്, ഞാൻ ചോദിക്കുന്നത് ലളിതമാണ്. മുസ്ലിം സമൂഹമാകെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന് വിലയിരുത്താറായിട്ടില്ല. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ CPM-ലും ഇടതുപക്ഷത്തിലും വിശ്വാസം അർപ്പിച്ച മുസ്ലിം ജനവിഭാഗങ്ങൾ ആ വിശ്വാസം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതേപോലെ നിലനിർത്തുമോ? ഇതാണ് എന്റെ ചോദ്യം. അത് മാത്രമല്ല കണ്ണൂരിൽ പോയിന്റഡായ മറുപടി അത് ചോദ്യമാണ്. അത് മറുപടി എന്താണ് സഖാവ്? കഴിഞ്ഞ മനസ്സിലായി അല്ല കേൾക്കാൻ വേണ്ടി കാത്തുക്കാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൽ വിശ്വാസം അർപ്പിച്ച ലീഗിന് പുറത്തുള്ള മുസ്ലിം ജനവിഭാഗങ്ങൾ ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമോ എന്നാണോ, അല്ല മുസ്ലിം സമൂഹം ആ പിന്തുണ നിലനിർത്തുമോ? ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം സമൂഹത്തെ നിങ്ങൾ മുസ്ലിം സമുദായം മാത്രമായി കാണരുത്. മുസ്ലിം സമുദായത്തിനകത്ത് രാഷ്ട്രീയ ബോധമുള്ള രാഷ്ട്രീയ വോട്ടുകളുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയ ബോധത്തെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇന്ത്യയിലെ BJP-ക്കെതിരായിട്ടുള്ള ഒരു മതേതര ബദൽ രൂപീകരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അടുത്തുള്ള പ്രപ്പോസൽ പരിഗണിക്കുമ്പോൾ അവിടെ കോൺഗ്രസിനെ ഒരു വലിയ കക്ഷിയാക്കുക എന്നുള്ള രാഷ്ട്രീയമായ ഔചിത്യമല്ലേ മുസ്ലിം സമുദായം കാണിക്കുന്നത്? താങ്കൾ പറയുന്നത് അസംബ്ലി ഇലക്ഷന് CPM-നും ഇടതുപക്ഷത്തിനും കിട്ടിയ ന്യൂനപക്ഷ പിന്തുണ കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. ഉപയോഗിക്കലാണ്. ആ വിവേകപൂർവമായി മുസ്ലിം സമുദായം അവരുടെ സമ്മതിദാനാവകാശം ഉപയോഗിക്കുമ്പോൾ വളരെ വൈകാരിക സൃഷ്ടിച്ച് കൊലപാതക രാഷ്ട്രീയം, അക്രമ രാഷ്ട്രീയം വടകരയിൽ ചർച്ചയില്ല, കോഴിക്കോട് ചർച്ചയില്ല, ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിനകത്ത് രാജ്യം നേരിടുന്ന മതനിരപേക്ഷ നേരിടുന്ന വെല്ലുവിളിയെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് ഉള്ളത് കൊണ്ടാണല്ലോ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തത്. ആ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ പിന്തുണ ഇത്തവണ ആവർത്തിക്കാൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, അത് ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നു വരികൾക്കിടയിൽ നമുക്ക് വായിക്കേണ്ടത് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. പക്ഷേ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, എൻ്റെ ചോദ്യം ഇതാണ്. കേരളത്തിലെ മുസ്ലിം മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളാകെ തന്നെയും പൊളിറ്റിക്കലി നല്ല രീതിയിൽ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ളവരാണ്, നല്ല നേതൃത്വമുള്ളവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ രാഷ്ട്രപതി ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഘട്ടത്തിൽ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി, ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി ഈ നിലയിലൊരു തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഘട്ടത്തിൽ കോൺഗ്രസുമായി ഇവിടുത്തെ മുസ്ലിം ലീഗ് ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ ന്യൂനപക്ഷ വിഭാഗ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ എതിർപ്പുകളുണ്ട്. പക്ഷേ വേറെ വഴിയില്ല അവരുടെ മുന്നിൽ. അപ്പോൾ അങ്ങനെ കോൺഗ്രസിനെ രാഷ്ട്രപതി ക്ഷണിക്കുന്ന വിധത്തിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാക്കി ഉയർത്തിയെടുക്കുക എന്നുള്ളതായിരിക്കില്ലേ ഈ മുസ്ലിം വിഭാഗത്തിൻ്റെ ഏറ്റവും പരമപ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ? ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, മനസ്സ് തുറന്നൊരു മറുപടി. മുസ്ലിം സമൂഹത്തെ നിങ്ങൾ രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകളും മുസ്ലിം ലീഗുമായിട്ട് മാത്രം ഇടതുപക്ഷത്തിന്റെ പ്രസക്തി തിരിച്ചറിയുന്നവരുണ്ട്. നിങ്ങൾ പ്രധാനപ്പെട്ട ഫോഴ്സിനെ തെരഞ്ഞെടുക്കുമോ അതോ കറക്റ്റീവ് ഫോഴ്സിനെ തെരഞ്ഞെടുക്കുമോ? നിങ്ങൾ അവകാശപ്പെടുന്നത് ഞങ്ങൾ കറക്റ്റീവ് ഫോഴ്സ് ആണ്, 2004 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിലെ ഭരണം എന്നുള്ളതാണ് അവകാശവാദമെങ്കിൽ ശരി, അത് അംഗീകരിക്കുന്നു ഇവിടുത്തെ മുസ്ലിം വിഭാഗം. പക്ഷേ പ്രധാനപ്പെട്ട ഫോഴ്സിനെ തെരഞ്ഞെടുത്തതിന് ശേഷമല്ലേ കറക്റ്റീവ് ഫോഴ്സ്? ആ പ്രധാനപ്പെട്ട ഫോഴ്സായി കോൺഗ്രസിനെ മാറ്റണ്ടേ എന്ന വിലയിരുത്തലിനോട് ഒരു കാരണവശാലും ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ഫീൽഡിൽ ഇറങ്ങിയ ഒരാളെന്ന നിലക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതും കൂടി ചേർത്തുകൊണ്ടാണ് ഞാൻ എന്റെ നിലപാട് പറയുന്നത്. പറയൂ, എന്താണെന്ന് പറഞ്ഞു തരാം. അതാണോ മുസ്ലിം ജനവിഭാഗങ്ങൾ ഇടതുപക്ഷത്തിന്റെ വിശ്വാസം അർപ്പിച്ച് തുടർന്ന് നിലനിർത്തുന്നുണ്ടെന്നാണോ താങ്കളുടെ വടകര വർക്ക് ചെയ്ത ഒരാളെന്ന നിലയിൽ അവിടെയുള്ള മുസ്ലിം ജനവിഭാഗം CPM-ന് വോട്ട് ചെയ്യും? ഷാജയ് തറയിൽ അത് വേറെ ഘടകമാണ്. നിങ്ങൾ വടകരയില് നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു പി ജയരാജൻ ഒരു കൊലപാതകയാക്കി
ഉണ്ടാക്കിയിട്ടുള്ള അതല്ല പ്രചരണം അവിടെ ഫലിച്ചിട്ടില്ല. അതല്ല അത് വേറെ ഇഷ്യൂസ് ഉണ്ട് അവിടെ. ഒരു ഇഷ്യൂ ഇല്ല ഉണ്ട്. അവിടെ അവിടെ അതേസമയം മുസ്ലിം സമുദായം നോക്ക് CPM നോട്ട് ഇല്ല. അജയ് തറയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നറേറ്റീവ് 2 or 3 കൊലപാതകങ്ങളിൽ പി ജയരാജൻ അത് വേറെ. പ്രതിയായി. അത് വേറെ. അതേസമയം അല്ല, അത് പി വേറെ. ജയരാജൻ സ്വയം വെട്ടേറ്റ് പിളർന്നയാളാണ് ഈ സംഘപരിവാറിന്റെ. അതല്ല ഞാൻ പറയുന്നത്. അവിടെ വളരെ വർഷങ്ങളായി നിൽക്കുന്ന CPM അതുപോലെ മുസ്ലിം അഭിപ്രായ വ്യത്യാസങ്ങളും അത് ഒരു ഏരിയയില് നാദാപുരം പോലെ ഒരു ഏരിയയിൽ ഒരു അസംബ്ലി സീറ്റില് കനാറിന്റെ കാലം മുതൽ തുടങ്ങിയ നാദാപുരം പോലെ ഒരു ചിന്ന ഏരിയ തലശ്ശേരി കലാപം അടക്കമുള്ള സംഭവവികാസങ്ങൾ. അതുകൊണ്ട് തലശ്ശേരി ഇദ്ദേഹം വടക്കേക്കരയിൽ അല്ലല്ലേ എനിക്ക് പറയാനുള്ള വിഷയം അതല്ല. ശബരിമലയെ കുറിച്ച് ഇവിടെ ഒരു കാര്യം പറഞ്ഞു. നവോത്ഥാനമാണ്, അവിടെ വനിതകളുടെ സ്വാതന്ത്ര്യമാണ്. കഴിഞ്ഞ 3 മാസമായി അവിടെ കർമ്മസമിതിയും RSSും ഇല്ല. അവിടെ 100 പെണ്ണുകൾ പല ഘട്ടങ്ങളിലായി ചെന്നു. ഈ സ്ത്രീകളെ മുഴുവൻ പോലീസ് തിരിച്ചയക്കുന്നു. എന്ത് നവോത്ഥാനമാണ്? എന്ത് നവോത്ഥാനമാണ്? ഇതൊക്കെ പ്രചരണത്തിന്റെ തലേദിവസങ്ങളിൽ പറഞ്ഞ എന്തെങ്കിലും ഗുണം ഇതൊക്കെ കുറച്ച് തുറന്നു പറയേണ്ട സമയം. 3 മാസം എനിക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായാലും പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ അതിവേഗം കേരളത്തിൽ വരികയാണ്. അതിനെ തുടർന്ന് നിയമസഭയിലേക്ക് വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിന്റെ പൊളിച്ചെഴുത്തിലേക്ക് നയിച്ചില്ലെങ്കിൽ ഹിന്ദുത്വ ഫാസിസ്റ്റ് രാഷ്ട്രീയ ശക്തികൾ കേരളത്തിലും ബലം വയ്ക്കും. അതാണ് താങ്കളുടെ കാര്യത്തിലുള്ള കാഴ്ചപ്പാട്. ഒപ്പം തന്നെ N. മാധവൻകുട്ടി, അജയ് തറയിൽ, അശോക് കുമാർ, KT കുഞ്ഞിക്കണ്ണൻ, ജേക്കബ് ജോർജ്, ന്യൂസ് നൈറ്റിൽ സഹായിച്ചതിന് നന്ദി. നമസ്കാരം.